എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ചർച്ച മരിക്കലിനോടുള്ള നല്ല സമീപനം എന്തായിരിക്കണം എന്നതായിരിക്കാണ് ഇവിടെ ചർച്ച. ഈ ലാൻസെറ്റ് കമ്മീഷൻ 2022 അവലംബിച്ചാണ് ഈ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിലെ മുഖ്യ സംഘാടകര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ആൻഡ് ഇക്കോളജിക്കൽ സ്റ്റഡീസ് കോഴിക്കോട്, പേരിയൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തൃശൂർ, ചികിത്സാനീതി തൃശൂർ, ദയ ആശുപത്രി തൃശൂർ എന്നിവരാണ്. ഈ ചർച്ചയുടെ മോഡറേറ്ററായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ മുകുന്ദനുണ്ണി സാറാണ്. സാറ് ഒരു ഗവേഷകനും ഒരു ഫിലോസഫറും കൂടിയാണ്. സാറിനെ ഈ മോഡറേറ്ററിൽ ആവാനായിട്ട് ഈ ചർച്ചയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ലാൻസർ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രസീത ചന്ദ്രനാണ്. മാഡം കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി. ഇവിടെ പിന്നീട് ക്ഷണിക്കപ്പെട്ട അവതരണത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ഇ ദിവാകരൻ, ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയർ തൃശൂർ. അടുത്ത ഡോക്ടർ അനീഷ്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. ശ്രീ മോഹൻകുമാർ, പാലിയേറ്റീവ് കെയർ പ്രവർത്തകൻ എന്നിവരാണ്. മൂവരെയും ഈ ചർച്ചയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ചർച്ചയിലേക്ക് അവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മെമ്പർമാരെയും വിശിഷ്ട വ്യക്തികളെയും എല്ലാവരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി മോഡറേറ്ററിലേക്ക് മൈക്ക് കൈമാറുകയാണ്. മുകുന്ദനുണ്ണി സാർ. ഞാൻ ഈ മരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പൊതുവിൽ എല്ലാവർക്കും ഒരു നിശ്ചയമില്ലായ്മ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡക്ഷൻ എന്നുള്ള മാതിരി പറയാം എന്ന് വിചാരിക്കുന്നു. മരിക്കൽ മരണമല്ല, മരണം അവസാനിക്കുന്നതാണ്. മരണത്തിൽ അവസാനിക്കുന്നതാണ് മരിക്കൽ. കേൾക്കുന്നില്ലേ? ഉണ്ട്, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. മരണത്തിൽ അവസാനിക്കലാണ് മരിക്കൽ. അപ്പം മരണം എന്താണെന്ന് നിശ്ചയം ഉണ്ടായാൽ മാത്രമേ മരിക്കലും കൃത്യമായി മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ അതിൻ്റെ സമയത്തിൻ്റെ ദൗർലഭ്യം കാരണമോ അല്ലെങ്കിൽ കുറേശ്ശെ ചെയ്യാൻ വേണ്ടി ആദ്യം മരിക്കലിനെ എടുത്തു മാത്രം. മരണത്തെ പിന്നീട് ഫോളോ ചെയ്യാമായിരിക്കും. പക്ഷെ മരണം കൃത്യമായി എന്താണെന്ന് പറയാൻ പറ്റിയാൽ മാത്രമേ മരിക്കൽ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം മരിക്കൽ അവസാനിക്കുന്ന മരണത്തിലാണ്. മരണം എവിടെയാണെന്ന് മനസ്സിലായാലേ മരിക്കൽ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് പല വർക്കിംഗ് ഡെഫിനേഷൻസ് നോക്കാം. ഇത് കുറച്ചുകൂടി പുറകിലേക്ക് പോവുകയാണെങ്കിൽ, ഈ പദാർത്ഥത്തിൽ ആദ്യമായി ജീവൻ ഉണ്ടായപ്പോൾ ഫ്രോയിഡ് പറയുന്നത് ആദ്യം തന്നെ ആ ജീവനുണ്ടായ സ്ഥാനത്തിന് അതിന്റെ പദാർത്ഥത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വാഞ്ചയാണ് ഉണ്ടായത്. അതായത് ആദ്യമായി മരണവാഞ്ചയാണ് ഉണ്ടായതെന്നാണ്. ഈ മനുഷ്യനിലാണെങ്കിൽ മനുഷ്യൻ വളരെ സങ്കീർണമായി മരിക്കുന്നു അദ്ദേഹം പറയുന്നു. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ ഒരു വർക്കിംഗ് ഡെഫിനിഷൻ എന്നുള്ള മാതിരി മരിക്കലിനെ ഒരു ഉദാഹരണത്തിലൂടെ നോക്കുകയാണെങ്കിൽ, മേശപ്പുറത്ത് ഒരു തണുത്ത കപ്പിൽ ഒരു കപ്പിൽ തണുത്ത വെള്ളം വെച്ചു എന്നിരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പ് പോയി ആ റൂം ടെമ്പറേച്ചറിലേക്ക്, മുറിയിലെ ഊഷ്മാവിലേക്ക് അതിങ്ങനെ വന്ന് ചേരും. ഇപ്പം ഈ തണുത്ത വെള്ളത്തിൽ നിന്ന് വെള്ളത്തിന്റെ തണുപ്പിൽ നിന്ന് ഈ മുറിയുടെ ടെമ്പറേച്ചറിലേക്ക് മാറിയ ഒരു വരവാണ്. ആ വരവാണ് ശരിക്കും മരിക്കൽ. ആ ഊഷ്മാവിനോട് തുല്യമാവുമ്പോൾ അത് മരണമാണ്. ആ ഒരു വരവിന്റെ ഘട്ടമാണ് ശരിക്കും മരിക്കലിലുള്ളത്. പക്ഷെ മരണം എന്താണെന്നുള്ളത് വളരെ അവ്യക്തമായതുകൊണ്ട്, വളരെ വ്യക്തം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ സെൻസിൽ വ്യക്തമായിരിക്കാം. എന്നാലും ഒരുപാട് ശാസ്ത്ര ലോകത്ത് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ബ്രെയിൻ ഡെത്ത് ഒരു മരണമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ബ്രെയിൻ ഡെത്ത് ജീവശാസ്ത്രപരമായി മരണമല്ല എന്നുണ്ട്. കാരണം ബ്രെയിൻ മുഴുവനായിട്ട് പോയിട്ടില്ലെങ്കിൽ, അതായത് ബ്രെയിനിന്റെ മുകളിലെ ഭാഗം പോവുകയും താഴത്തെ ബ്രെയിൻ സ്റ്റെം നിലനിൽക്കുകയാണെങ്കിൽ വെന്റിലേറ്റർ വഴി ശ്വാസം കൊടുത്ത് ആ മനുഷ്യനെ പിന്നീട് അത് വെന്റിലേറ്ററിൽ നിന്ന് ഒഴിവാക്കിയിട്ടും എത്രയോ വർഷങ്ങൾ ജീവിക്കാനും, രോഗം വന്നാൽ മരുന്ന് കൊടുത്താൽ മാറും, കുട്ടി ഉണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റും എന്ന നിലയിൽ ഒരു സ്വയം അവെയർ അല്ലാത്ത, ആരാണെന്നും ഐഡന്റിറ്റി ഒന്നും ഇല്ലാത്ത ഒരു
ജീവശാസ്ത്രപരമായ ജീവി ഇനി നിലനിർത്താൻ പറ്റും. ഇപ്പം ഇത് പറയാൻ കാരണം ഇപ്പം ചെറിയൊരു കുട്ടി മരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അച്ഛനമ്മമാർ പറയും ആ കുട്ടി മരിച്ചിട്ടില്ല എന്ന്. ആ കുട്ടിക്ക് വളരാൻ പറ്റും കുറേ കാലം. അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ആണ്. എന്താണ് മരണം? അപ്പൊ ഈ മരിക്കൽ എന്നുള്ളത് എവിടം വരെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് ഈ മരണം എന്തെന്ന് പറയാൻ കഴിഞ്ഞാൽ മാത്രമേ പറ്റൂ. മാത്രമല്ല ഇപ്പൊ മരിക്കലിനോട് നല്ല സമീപനമുള്ള സംവിധാനങ്ങളും ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു പക്ഷേ ഈ മരിക്കലിനെ കുറിച്ച് ഒരു സമീപനം ഇല്ലാത്ത ഒരു സാധാരണക്കാരന് സംവിധാനങ്ങളും ആൾക്കാരും സാധ്യമാണെങ്കിൽ കൂടി ഈ മരിക്കലിലൂടെ പോകുന്ന ആൾ സ്വയം ഒരു വ്യക്തി അല്ലാതാവുകയോ സെൽഫ് ഡെവലപ്ഡ് സെൽഫ് അല്ലാതിരിക്കുകയോ ഈ ചെറിയ സിറ്റുവേഷനിൽ ആർക്കും ഈ ആക്സസ് ചെയ്യാൻ പറ്റില്ല, സംവിധാനത്തിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ അത് ഒരു സാമൂഹികമായ കാരണം കൊണ്ടും ഇതിങ്ങനെ തടയപ്പെടും. പിന്നെ പലതരം വിശ്വാസങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ജീവശാസ്ത്രമായി ജീവിക്കുന്ന ഒരാളും ഒരു ഡിമെൻഷ്യൻ്റെ ഒരു അവസാന സ്റ്റേജിലുള്ള ഒരാളും ശരിക്കും ഒരേ മാതിരത്തെ ആൾക്കാരാണ്. പക്ഷേ ഈ ഡിമെൻഷ്യ വന്ന ആളെ മനുഷ്യനായിട്ടും ജീവിക്കുന്ന ആളായിട്ടും മറ്റത് ജീവച്ഛവായിട്ടും ആണ് കണക്കാക്കുക. അതിന് കാരണം എന്താണ്? അതിന് കാരണം നമ്മുടെ ഹാബിറ്റാണ്. നമ്മുടെ അതിഭൗതികമായ പലതരം സങ്കല്പങ്ങളും ഹാബിറ്റുകളും ശീലങ്ങളും ഒക്കെയാണ്. അപ്പം ഇത്രയും ഒരുപാട് കാര്യങ്ങളോട് ഒന്നിച്ച് അഡ്രസ്സ് ചെയ്യാൻ, എല്ലാത്തിനോടും അഡ്രസ്സ് ചെയ്യാൻ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ മെഡിക്കലിനോടുള്ള സമീപനം സമ്പന്നമാവൂ എന്ന് പറയാണ്. ഇനി നമ്മുടെ പ്രസംഗത്തിലേക്ക് കിടക്കാം. സംഗ്രഹം, ലാൻഡ്സ്ലെസ് റിപ്പോർട്ട് സംഗ്രഹം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രസീത ചന്ദ്രനാണ്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം. ഡോക്ടർ പ്രസീത ചന്ദ്രനെ സംഗ്രഹം അവതരിപ്പിക്കാനായി ഞാൻ ക്ഷണിക്കുന്നു. ഹലോ, ഓഡിബിൾ അല്ലേ? അതെ, കേൾക്കുന്നുണ്ട്. എനിക്കെന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ, സ്ക്രീൻ ഷെയറിംഗ് അത് സ്ക്രീൻ കാണാലോ അല്ലേ? കാണാം. First of all, I would like to thank organizers for the program for giving me this opportunity. This document was a fairly big document, and also it was a really nice document, but I found that it was a little bit difficult for me to brief it, and I think I have done justice to the document by briefing it. So, going to the presentation, it's a report on the Lancet Commission on the value of death, bringing death back into life. So the commission starts by stating the fact that there is this paradox. The story of dying in 21st century is a story of paradox. That is, on one hand, there is people dying, where there is excessive medical intervention at the late into the dying stage, where the families are not present with the person. And on the other end, there is the people do not actually have, people do not have access to the care that they need. So, and it was in this context that the commission has written this document. The death and dying has moved from family and community setting into the domain of health systems. There is an excessive focus on clinical interventions at the end of life. And most often, these interventions are futile or inappropriate near to the end of life. The document about death system, its origin, components, and functions, and the need for rebalancing. That is, why is it necessary to bring back death or the concept of death, and it's the skills of dealing with death to the community, back to the community from the clutches of the health system. And it also gives 5 principles of a realistic utopia, that is how a future of death and dying can look.
Coming to the structure of the report, it has 16 sections. Section 1 defines the territory, methods, and limitations of the document. Section 2 deals with facts and figures of death and dying in the 21st century. Section 3 depends on the concept of a death system, what a death system is, what are its functions, what are its components, all those things. Then section 4 to 10 deals with death system now, how the death system in different parts of the world is currently working. And the section 4 to 10 in സൗണ്ട് ബ്രേക്ക് ആയാ? പോയി തോന്നുന്നു. അവരുടെ ബാൻഡ്വിഡ്ത്ത് കുറവാന്ന് ആദ്യം പറയുന്നത്, അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. കട്ടായതാണോ? കട്ട് അവർക്ക് ബാൻഡ്വിഡ്ത്ത് കുറവായതുകൊണ്ട് അവർ ഔട്ടായി തോന്നുന്നു, പുറത്തായി. ഓ ശരി. ആരെയും വിളിച്ചു നോക്കിയാൽ ഫോൺ വഴിയോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ആരൊക്കെയും ഫോൺ വിളിച്ചിട്ട് അത് സ്പീക്കർ ഫോണിൽ വെച്ചാൽ കേൾക്കാൻ പറ്റും. അവരുടെ ബാൻഡ്വിഡ്ത്ത് കുറവാന്ന് എഴുതി കാണിച്ചിരുന്നു കുറച്ച് മുമ്പ്. ശരിയാവും. അവരെ അടുത്ത് പരിചയമുള്ള ആൾക്കാർ ഫോൺ ചെയ്തിട്ട് ആ ഫോൺ സ്പീക്കർ ഫോൺ ഇട്ട് ഇതിൽ വെച്ചാൽ കേൾക്കാൻ പറ്റും. അവരൊന്ന് വിളിച്ചു നോക്കായിരുന്നു. കാരണം അവര് ലെഫ്റ്റ് ആണെന്ന് അറിയാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് അറിയില്ലല്ലോ. പ്രസീദിനെ വിളിച്ചിരുന്നു, ഇപ്പൊ ജോയിൻ ചെയ്യും. ഹലോ, കേക്കുന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. ഓക്കെ. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? So the section 1, it deals with defining territory and methods, and it focuses particularly on the time from when a person develops a life limiting illness injury and into the bereaved lives of those left behind. എടുക്കുന്നില്ല കേട്ടോ. ഹലോ, ഓക്കെ, പറഞ്ഞോളൂ. കേൾക്കുന്നു. ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്.
So they do not address specific diseases. The commission has not addressed any specific diseases, conditions, or age group. But what they have tried is to draw on a wide range of series of examples to show the depth and breadth of the challenge. That is how death and dying is seen currently and how actually it should be seen. Or they are giving a few scenarios of how it could be seen in the future and how it could be made more cost effective and more patient friendly for them. Then the membership of the commission is from around the globe, but most of the evidence that is mentioned in the paper is obtained from high-income countries. The commissioners include health and social professionals, social scientists, health scientists, activists, community workers from and they acknowledge the diversity of experience, potential forms of marginalization, and intersectionality. And the commissioners have tried to make the document to be inclusive, reflexive, and have tried to use terms in their products. കേൾക്കുന്നില്ലല്ലോ. വീണ്ടും പോയി തോന്നുന്നു. പോയിട്ടില്ല, ഉണ്ട്. സ്ക്രീൻ ഷെയറിങ്ങിൽ എന്തും പറ്റുന്നതായിരിക്കും. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അതാണെന്ന് തോന്നുന്നു. സൗണ്ടും ഇല്ലല്ലോ. അല്ല, സ്ക്രീൻ ഷെയറിങ് ഒഴിവാക്കിയാൽ ചിലപ്പോ അതെ, സംസാരിക്കാൻ പറ്റുമായിരിക്കും. മ്യൂട്ടാണ്. പ്രസിഡന്റ് രണ്ടാമത് വിളിച്ചിട്ടുണ്ടാവും. പ്രസിഡന്റ് ഫോണിൽ നിന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം പ്രസിദ്ധ രണ്ടാമത് കയറിയോ? ഇപ്പോഴും കേൾക്കുന്നില്ല കേട്ടോ. ഞാൻ കേറിയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? എനിക്കിത് ഷെയർ ചെയ്യാൻ ഇപ്പൊ പറ്റുന്നില്ല. കേൾക്കുന്നുണ്ട്. എന്റെ സ്ലൈഡ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ആ ആ ആ ആ
സ്ക്രീൻ കാണുന്നില്ലേ? ഷെയർ ആ, ആവുന്നുണ്ട് but എന്തോ സ്ക്രീൻ കാണുന്നില്ല. കാണുന്നു. സ്ക്രീൻ കാണുന്നുണ്ട്, സ്ലൈഡ് അല്ല എന്ന് മാത്രം. Okay. ഓക്കെ. ആ, അപ്പൊ കാണാം. Now, the Commission has defined that in a narrow way, that is an process or an event. It is an event of dying. That is how they have defined. Even though they acknowledge that it could be distinct, multi-layered, and culturally charged concept, and it can be seen as both physical, physiological event, as well as philosophical and spiritual event. The current definition of death that we use relies on certain clinical signs such as absence of a response, pulse, breathing, and pupillary responses. And this relates to death in a medical institution or under professional care. And death, but actually most often death occurs with doctors outside the clinical settings. And there, in those situations, it should be interpreted by lay people with experience of death and dying. And death and dying had been a common part of our daily life, but nowadays it has shifted from something that is common or something that is naturally happening in the life to something that should happen in a very medicalized setting or in a healthcare system, and where where it has to be done by professionals, and the skills that the community and the family had in dealing with death and dying is kind of diminished. Now, the section 2 deals with facts and figures of death and dying in the 21st century. The global life expectancy has risen. The important gains have been made in low and middle income. But if you look at these gains, we can see that these gains had been from decrease in death from communicable diseases, maternal and neonatal conditions, and malnutrition, especially in the low and middle income countries. But there is another problem, that is in these countries, the death from non-communicable diseases is on a rise. That is from stroke or cancer or other chronic conditions, that is on a rise. So basically, these countries have is a rapid transition, a rapid health transition. The pace of with which the countries are mostly not able to meet, get in that pace. As fast as this disease is progressing, the country is not able to progress medical care accordingly. And in LMICs, these change in cause of death from communicable diseases, non-communicable diseases. This presents a new challenge because their health system is the capacity they have developed is for dealing with communicable diseases mostly. And this sudden change from communicable diseases to non-communicable diseases, and actually it's a dual burden. That is, they still have the communicable disease burden, and on top of that, they have to deal with the non-communicable disease burden also. Oh. The Commission has given a few examples. For example, the life expectancy is slowed in the UK from 2011 to 2020 and fell for women in the most deprived 10% of people. So what the Commission notes here is that there is an inequity in death. When people die, how people in a upper middle income dies is different from how people in low and low middle income countries die. And also there is an intra-country variation as in how rich people in the same low and middle USA, the life expectancy has fell for women fewer than 2 years of formal education, and it has fallen in younger age groups 10 to 65 years, and they have attributed it to the opioid epidemic. Then the report has looked at the pandemic's effect on dying, and the life expectancy fell by 1.87 years between 2018 and 2020. There is an uneven, and this fall has been unequal, and the greatest among those who are deprived. And you can see a similar picture in UK also. So, the difference in death and how and why people die
it is different between low and middle income countries, and it is different within the same country. It is different for privileged group and marginalized groups. So this table shows a mortality expectancy causes of death related to and immunity for 7 selected countries represented on the commission. So these are countries where the members of the commission come from. And if you look at the represented by UK, US, middle income by China, India, and Mexico, and low income by Malawi and Bangladesh. And in these high income countries, if you look at the crude death rate, it is high for it is large for compared to USA. But if we look at the probability of dying, that is 1, 2, 3, 4 column, that is probability of dying aged 15 to 60 years, we can see that actually it is lower in UK than in USA. And the mortality under 5 is also lower for UK, and maternal mortality per 1 lakh live birth is also lower in the UK. And another thing that we can compare between these two countries is income inequality based on Gini coefficient. So the UK, the income inequality is only 34%, it is 45%. So the country which has less inequality, less fair, and if you come to India, you can see that in India, the income inequality is 32%. The probability of dying aged 60 years is 17.9. Then under 5 mortality is 37, maternal mortality is 145, and that is 26%. If compare China, it is a percentage, Mexico, it is a percentage. Most of their deaths are not communicable. It's 89% effectively. India, it is 26% from communicable disease, and കേൾക്കുന്നില്ലല്ലോ. ഹലോ അവരുള്ളതായി കാണുന്നില്ല. ഹലോ, എന്താ കൊന്ദ്ര കേൾക്കുന്നില്ല. ഇല്ല, അവര് വീണ്ടും പോയി തോന്നുന്നു. ശരി. അല്ല, ഒരു മുതിനുണ്ണി ഒരു സജഷൻ പറയട്ടെ. പറയൂ. അതായത് സ്ക്രീൻ ഷെയറിംഗ് ഇല്ലാതെ ചെയ്തൂടെ? അവര് സ്ക്രീൻ നോക്കി പറഞ്ഞോട്ടെ, നമ്മളെ കാണിക്കണമെന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാൻഡ്വിഡ്ത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. He can look at the screen and talk, but he need not show it to us. അവരുണ്ടോ അവിടെ? സ്ക്രീൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കില്ലേ? ഓ, കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. കുറച്ച് ബ്രേക്ക് ആയി പോയതാ. എന്നെ കുറച്ചും കൂടെ ഹോസ്റ്റ് മ്യൂട്ട് ചെയ്തിരിക്കുന്നു. അതാണ് ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലായിരുന്നു. നിങ്ങൾ പറയുന്നൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അത് സ്ക്രീൻ ഷെയർ ചെയ്യാതെ പറഞ്ഞൂടെ? സ്ക്രീൻ നിങ്ങൾ നോക്കിക്കോളൂ. അതെനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നെ ഹോസ്റ്റ് മ്യൂട്ട് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് പ്രോഗ്രാമിന്റെ ഇടയ്ക്ക്. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല.
So as a commission states, it's a story of paradox. So it's a progressive medicalization of death. That is, the healthcare is a context in which many encounter death. There is an overtreatment on one hand, and there is people with no access to healthcare on the other side. And people are most often unaware of alternatives. So death and dying are seen as clinical problems rather than spiritual and a philosophical problem. The social and cultural setting of death, essential for providing meaning, connection, and lifelong support for those grieving, are not there. But at the same time, if you look at it, this over medicalization has not led to an increase in the relief of symptoms such as pain or universal access to palliative care. It is only that the end of life caring has increased and the cost of caring has increased. But at the same time, the number of people who are getting this end of life care or people who are getting a good quality of life at the end of their life, that has not increased proportionately. Now, Section 3 deals with death system. What death system is. Death systems are means by which death and dying are understood, regulated, and managed. So, according to Robert Faustenbaum, interpersonal, socio-physical, and symbolic networks through which an individual's relationship to mortality is mediated by society. And that is how Robert Faustenbaum has defined that system. And these systems implicitly or explicitly determine where people die, how people dying and their families should behave, how bodies are disposed of, how people mourn, and what death means for that culture or community. That is, these systems determine the wider socio-cultural, political, and economic context in which how, where, and why people die and grieve. Now, these death systems, like any system, is a complex adaptive system, and they do not follow linear causation, and they do not allow simple solutions to problems, and they exist in a complex web of interacting personal, social, political, religious, and economic drivers. And they're also unpredictable. How they change is also unpredictable. Now, Faustenbaum has defined the components of the death system, and this includes people, which include the doctors, nurses, police, funeral workers, and everybody who is related with death and dying. Then places, which are mortuaries, hospitals, memorials, cemeteries, etc. Then time, for example, the Remembrance Day for Death, and there are different types of Remembrance Day for Death in many cultures. Then objects, which is related to death, that is coffins, urns, funeral pyres, such things. And symbols and images, for example, deities responsible, death or war, rituals, all those things. And he also states there are some functions for the death system, and one is warning and predicting death. Then there is preventing death, for example, services such as police and firefighters, scientists researching vaccine, all those things. Then there is caring for dying people. Then disposing of dead people, social consolidation after death, making sense of death, and killing. That is norms that depict when and how killing is socially sanctioned, such as in a war or in a capital punishment, etc. Now, the Section 4 deals with philosophical and religious underpinnings of death. Now, the concept of samsara, the continuous cycle of birth, life, death, and rebirth, that is shared by different religions like Hinduism, Jainism, Sikhism, and Buddhism. And continuity between worlds of living and dead, that can be seen in the African philosophy. And most often, if you look at that, wherever there is a community living, the philosophy is more of like a like a community, like the Ubuntu in African language, which means humanity. Because of you, I am, like that. So it actually talks about a community. But when we look at the Western philosophy, it has death as a final endpoint. For example, the three Abrahamic faiths like Judaism, Islam, and Christianity, they all share a belief in an afterlife and resurrection. And for example, the Kenyan philosopher John Mbiti, he has explained Ubuntu, which means humanity. And I am because we are, and since we are, therefore I am. And actually, this contrasts very much with what French philosopher René Descartes has said, and I think, therefore I am. So we can see that two different philosophies, of one being a community belonging thing and the other being a very individualistic thing.
The section 5 deals with historical origins of death systems. It offers important insights into human responses to mortality and growth, how humans have responded to mortality and growth. And historian Felipe Ayres has defined 4 stages of death, like from the time to the century. He has defined tame death, once on death, tie death, and forbidden death. That is, in the first, people were like in peace with their death. They know they were going to die. And currently, it is like forbidden death. People are afraid to die, and that is something that you should, most probably avoid, like that. So there has been a change, an evolution in way one sees death. Then Ivan Illich, social critic Ivan Illich, he has argued that death has been medicalized since the Middle Ages. So he says, thanks to the medicalization of death, healthcare has become a monolithic world religion. Natural death is now the point at which human organism refuses any further input or treatment. And he also states that this medical civilization has been a major force in colonialization. Then the growing movement to decolonize global health, it should be by grounding it in a health justice framework that acknowledges how colonialism, racism, sexism, capitalism, and other harmful isms pose the largest threat to health equity. And this is a response to this historical background and is a movement, as is a movement to decolonize death studies, death practices, and end-of-life care. So what he says that how this Western idea has been, spread throughout the world through colonialism, and why understanding the origins of death systems is important in reinventing death systems that are culturally sensitive. And section 6 deals with power, discrimination, and inequity in death systems. Like in any system, the power resides within the system, and the systems often maintain the interest of those holding power. And this is same for death systems as well. The non-medical aspect of why, how, and where people die or grieve are understood collectively as a social and structural determinants of health. So which is similar to that of social determinants of health. Then the impact of race, gender, sexuality, socioeconomic status, or other forms of discrimination on mortality rates, access to care, or the incidence of diseases or conditions is also well established. Now, the 2 examples that the Commission has put forth is one regarding the pandemic, how it was the inequity during pandemic, and also the story of George Floyd, the event of George Floyd. So the event of George Floyd, where this African-American man was killed by the police in the US, that actually shows how the system decides who dies where and why, the why and where and how and when of death, and how it affects the marginalized and the other, the privileged group. Then with regard to pandemic, during the first wave of the COVID-19 pandemic in UK, there was a restriction on resuscitation for people who are very sick, or older people living in care homes, or people with disabilities. There was a restriction on resuscitation. There was a lack of personal protective equipment for people working in these areas, and there was a refusal to release body if the relatives couldn't pay the bill. So all these things, all these isms are examples of exerting power. And considering power relationships, or understanding these power relationships is essential for understanding social health and death systems and how they might be changed. Now, section 7 deals with individuals, families, and communities within that system. It deals with the will to live, what makes, what gives the will to live, and what gives the desire to hasten death. Then grief, bereavement, and mourning, relationships and social networks, disadvantaged communities, how it affects them, societal and civic responses to death and dying, what constitutes a good death, what do you mean by a good death, and the omission of death and dying from health conversations and reports. So Ernest Becker, the philosopher Ernest Becker, he has stated that fear of death is the main force behind much of human culture and behavior. And this will to live and desire to hasten death. These are two sides of a coin, one can say, that the will to live, on one side there is a will to live, on the other side there is a desire to hasten death.
Now, the will to live is influenced by physical and psychological symptoms as well as existential factors like hope, the feeling of being a burden, whether they are being useful or whether they're a burden, or the sense that the life has no purpose or meaning. All these existential things can also determine whether the person wants to live or whether they want to hasten their death. Now, grief, bereavement, and mourning. Grief is the natural emotional consequence of attachment and loss. So there are various theories which explains grief and mourning. For example, Elizabeth Kubler-Ross, the 5 stages of grief. Louis Tompkins growing around grief. Then there is dual process model, and there is continuing bonds model. And all these models describe the importance of continued connection with those who have died. That is, with their memory and mirroring many religious or spiritual perspectives on death and grief. Now, coming to relationships and social networks in death systems. The placing relationships rather than interventions or treatment at the center of people's lives and death require a shift across all aspects of society. We have said that there is something called a 95% rule, which means that 95% of the care of the dying is undertaken by lay communities despite the dominance of healthcare systems. So even when we say that there is an increased influence of the healthcare system towards end of life, 95% of the care is actually being done by lay communities. Most of the studies shows that nurses spend about 5% of their time face-to-face in interacting with the patients, and doctors spend only about 13 to 15 minutes a day in contact with an individual patient. And I think in our scenario, it will be even less. Now, coming to disadvantaged communities, areas with high levels of poverty and social disadvantages, they have it is shown that they have smaller networks. They have a lack of relationship across and within communities, particularly with local services such as police, housing, and healthcare. And because of this, they have an increase in their sense of isolation and abandonment. So in such communities, in disadvantaged communities and marginalized communities, there is a need to create conditions for developing partnerships. So first you have to create a condition for developing partnership, then you have to develop the partnership, and then you need to understand the barriers of living well. So before you go into death, or before you talk about dying well in these populations, you need to understand what are the barriers that prevent them from barriers they have in living well. And then only you can go and address the barriers for dying well. Now, there are social norms for caring, dying, and grieving. But these social norms, the problem with these social norms is that they can actually reinforce and perpetuate inequalities. For example, in case of widows, there will be so many cultural restrictions that will be placed on widows. There could be pensioner poverty, there could be limited health insurance, there could be disenfranchisement. And in case of gender minorities or people who had sex marriages, or in places where same-sex marriage is illegal, all these group of people, their suffering will be much more. Coming to societal and civic responses to death and dying, there had been a countercultural death movement occurring, and these movements illustrate that large groups and communities do wish to talk collectively about death, dying, and loss. And talking collectively about these issues can lead to an improvement in patients' attitude and capabilities for dealing with death. For example, there is something called a Compassionate City Charter in Thailand. So what they have done is they have put these flyers and educational materials dealing with end of life care, and they're trying to make death a normal part of life. Now, coming to social media, the role of social media in this is social media create an opportunity for online communities to come together to grieve collectively. And it can also leave a digital legacy based on your memories, your photos that you have in your social media platform. It can serve as a digital legacy. Now, there is something called good death, and what actually is good death. Now, there is 11 conditions that the Commission put forth as conditions for good death.
That is relief from physical pain and other physical symptoms, effective communication and relationship with healthcare providers, performance of cultural, religious, or other spiritual rituals, relief from emotional distress or other forms of psychological suffering, autonomy with regards to treatment-related decision-making, dying in the preferred place, life not being prolonged unnecessarily, awareness of deep significance of what is happening, emotional support from family and friends, not being a burden on anyone, and the right to terminate one's life. And if we actually look at it in the context of the pandemic, we can see that this relief from physical pain and other physical symptoms may be there, but there was a lack of effective communication and relationship with the healthcare providers, because healthcare providers were already, they were wearing PPE, and there was minimal contact with the patients, and the patients were all often isolated, having severe mental stress, and being affected with a disease that they don't know much about, and being seen as something that should be despised, and you're put alone in some place. And so this the performance of cultural, religious, and other rituals, for example, those who died in the initial time, most of the people, they were not able to do these rituals for their family members. So if you look at the good death in context of COVID-19, we can say that at least in the initial part, people died. The people died, actually, they did not have a good death, if we are going to follow this conditions. Now, but another problem with a good death or this conditions, meeting these conditions, is that the concept of good death objectifies those in the land of dying by attempting to attach medically manageable, quantifiable measures to a wholly subjective experience. That is, all these things that we have mentioned, most of them are related to hospitals, healthcare, end of life care, and all those things. But death will be different for different people. Like it's a very subjective, phenomenon. So reducing it to just physical or physiological needs will be like reducing the concept of death itself. Now, there is omission of death and dying from health conversations and reports. And the Commission has noted that a study of strategies of 152 health and well-being boards in England identified 150 strategies for end-of-life care, and only 78 was mentioned. End-of-life care was mentioned in only 78 of them, and end-of-life care was prioritized only in 6 of them. So out of the 152 documents, only 6 actually had some priority document on end-of-life care. Now, Section 8. It's about choice and consumerism in death systems. As I mentioned earlier, there has been a counterculture which challenged the conventional hierarchies of power. Erving Hoffman, he had the notion of total institutions like hospitals where behavior is controlled and people are treated alike. Then Elliot Fridson, he talked about medical paternalism and power. Then social philosopher Michel Foucault, he has described how power operated in institutions and how the doctor's knowledge of the patient's body is the basis of medical power. And this critique of professional power changed the communication between doctor and the patient. So now the sick person was recast from a passive patient taking the doctor's orders to an active agent making choices about his or her own life. So there has been a shift in the power structure, or there has been a movement in that direction, to have a shift in this power differentials between the doctor and the patient. Then regarding choice and consumerism in health system, another problem is whether death should be a choice, especially for people with life-limiting illnesses or people who are in the last days of their life, whether death should be a choice. And many countries have facilities for assisted dying and advanced care planning. Advanced care planning has advanced statements, advanced directives, power of attorney, or best interest substituted judgment. And something similar can be seen with regards to mental health rights in India, which was published a few years back. So in it also there is something called an advanced care planning. So the person in advance can say whether he wished to be resuscitated, whether he wished to be whether he should be isolated, admitted in an ICU, whether his life should be
increase with the help of instruments that can be done. An advance directive is an advance statement which has a legal protection, then power of attorney and best interest. And another problem from the side of the healthcare system is that there is an increased practice of defensive medicine, litigation, and courts. There is an increased involvement of courts as to whether somebody should be, should they be assisted in dying or not, whether withholding treatment and withdrawing treatment, are they the same? When should you withdraw treatment and when should you withhold treatment? Now, all these things, because of the ethics and because of the emotions attached with death and dying and loss, there is an increased incidence of defensive medicine practice, litigation, and courts in this regard too. Now, Section 9 deals with economics of the death system. So definitely there is an increasing cost. There is a sudden large financial pressure on the relatives, which result in catastrophic expenditure or poverty. Also, there is wasteful health spending or over-treatment towards end of life. Then the cause of over-treatment may be hope and bias, doctor's bias of the assessment, whether the patient can be rescued or not, or because of third-party payments. Many studies have shown that the willingness to pay, it actually, when there is a third-party payment, people were willing to pay for end-of-life treatment, even if they felt that it was futile. Then Section 10 deals with healthcare and death system, which deals with the pursuit of immortality, biogerontology, the compression of morbidity, whether it is a real phenomenon or wishful thinking, aging, dementia, and frailty, and recognizing death. So, Again lost. Done. Now that the pursuit of immortality, man has been trying to be immortal from time immemorial, actually. And there are 4 narratives that capture attempts at immortality. And the modern medicine and research has actually taken all these 4 narratives. So this is where modern medicine comes in, I think. So first immortality story is about the elixir story, where there is a magic elixir will be found that will enable us to live forever and keep us young. Something like our Amritam. So now modern medicine and science with nanotechnology, genetics, biological engineering, and regenerative medicine. So that is some way of finding out this magical elixir. The second story is of resurrection story. And we can see that in modern medicine or in science, there is somebody called Alcor Life Extension Foundation. It has more than 150 patients with their heads and bodies deeply frozen, ready to be brought back to life when medicine is able to cure the disease that has led to their death. Then also attempts of cloning has also been done. Then there is a story of soul. And this is like technology is being used to harness the story of immortality through so-called mind uploading or digital immortality. That is, your taking all your thoughts and thoughts, emotions, and all those things, and you're uploading it to a digital platform so that you can view it later. And the fourth story of the immortality is a legacy story. And this is like creating a legacy after your death. Basically, this is like a digital avatar, creating a digital avatar or something like that. Another things that we have is biogerontology. Biogerontology is a study of biological mechanisms that control aging with the ultimate aim of developing interventions to delay death. These things called nutraceuticals, where there is nutritional supplements and various that can actually delay aging or delay death, all those things. Now there is something called compression of morbidity. And the question is whether it is a phenomenon or a wishful thinking. Now, compression of morbidity means the time spent with chronic illness at the end of life would be reduced. And that there would be a rapid final deterioration leading to death. So that is what you mean by compression of morbidity. Either chronic illness or time will be shortened. This person will get deteriorated and he will die.
Now, but this is actually a very controversial area, because most often, the evidence actually tells another story. So the key message is that whether you get compression or expansion of mobility depends on what measure of health you use and which age group you look at. But whether expansion or compression, that will depend on the age group that you're looking. Maybe for a very elderly age group, this may be true. But for a younger age group person with a lifelong illness, this may not be true. Now, section 10s also deal with difficult conversation, that is breaking bad news, communication, and prognostication. The difficult conversation that is referred to here is the honest and wide-ranging discussion that should happen between a dying person and their healthcare team. And too often, this conversation takes place at a time of crisis, generally during an emergency admission to the hospital. And most often, because of busy schedule or the fear of eliminating hope or the fix-it-all approaches that most of the hospitals have, most often these conversations does not actually occur. Section 11 deals with future scenarios for death and dying. The commissioners give 5 scenarios. One is when the death overwhelms health systems. That is, like for example, in case of a pandemic, like the one we had, it is going to overwhelm the health system, and there is going to increase mortality. Then immortality and inequality. Mortality and inequality means that those who are rich, they will be able to apply these technologies and prolong their life. But on the other hand, people who are marginalized or who are on the poor spectrum, the low income spectrum, they will even lack access to basic healthcare. Now they say that because of climate response, and another scenario is that because of climate response, there is a greater equality. That is, the rich countries are understanding about the need for reducing the carbon emissions and also decreasing healthcare expenditure that they have, and this may lead to reducing the inequity that is existing in the health sector. Then there is a rebalancing. Another scenario would be rebalancing, that is focus on healthcare system reform and the goals of medicine. That is, the goals of medicine should change from prolonging life to providing a quality life. Then assisted dying spreads. That is, people at the end of life, they should be able to, the legislatures of countries may change where people at end of life or people with long-lasting illnesses can opt for assisted dying. Now, section 12 deals with reimagining death and dying, the Commission's realistic utopia. So the concept of realistic utopia was first encapsulated by philosopher John Rawls, as he attempted to define a radically different version of future society. The core principle on which it is created must be shared across a society, and a systems approach is essential. Now, the principles of this realistic utopia put forward by the Commission is: social and political determinants of death, dying, and grieving are tackled. Dying is understood to be a relational and spiritual process rather than simply a physiological event. Networks of care-led support for people dying, caring, and grieving. There should be conversations and stories about everyday death, dying, and grief. Then death should be recognized as having value in itself. Then section 13 deals with transforming death system. And since it is a complex system, it will definitely change. It will take time to change, and it will require multiple actors at multiple points to change the system. And mapping, learning, and changing in response to what is learned are fundamental to system changes. Section 14 deals with care at the end of life in Kerala. So this talks about the palliative care initiative that was started in Kerala. It was started as an OP clinic in Calicut in 1993 based on clinical model of palliative care. Later, this was found to be inadequate and shifted to home-based care by community organizing and action.
Then there was an organization called Neighborhood Network in Palliative Care, which was formed in 2001. And by 2007, there were close to 100 autonomous centers running throughout Kerala, providing palliative care services, home-based, volunteer-led palliative care services. Then medical and nursing care was provided free of charge, and honest conversations about prognosis were had. And wider participation in the movement came from diverse groups. Volunteer groups also acted as advocates for the local community. But a few concerns that they had with this, that still many areas in the state that had no volunteer groups and no coverage. So that was one problem. The coverage wasn't equal all over the state. And also another problem was that it was creating a parallel system of care other than the government system of care. This was actually creating a parallel system of care. So that was another concern that was raised at that time. Then in 2005, there was a state palliative care policy it was declared in 2008. And according to this, palliative care should be participatory and work closely with community actors. All primary healthcare units should provide palliative care in collaboration with local volunteers. So now we have that in every PHC, we have a palliative care unit. Then the model should be a home-based, volunteer-led care at the end of life throughout all primary healthcare centers as a core component of universal health coverage. And the Kerala model is actually is a success. Of the 2,000 palliative care services in India, 80% are in Kerala, and tens of thousands of volunteers have been trained in Kerala. Now, following its part of its major achievement was the policy reform following initiatives in Kerala. There was policy reforms with regards to use of opioids. Then there was a national program for palliative care by Government of India in 2012. Then initiation of postgraduate course in palliative medicine in 2012, the inclusion of palliative care in the national health policy, and inclusion in undergraduate medical education from 2019. So these were the policy reforms following initiatives from Kerala. Now, this model has been adopted in 2 other places. One was in West Bengal and the other was in UK. In 2014, a Sanjeevani Palliative Care Society was started in West Bengal. Then it was a little bit different from Kerala because of the community involvement and the political scenarios, which is different in both states. It was a little bit different. Then in 2014, in an urban hospice in East London, UK, a project called Compassionate Neighborhood Project was initiated. And it was based on this home-based volunteer-led model in Kerala. And an evaluation of this particular project was carried out. And they described 3 crucial factors in its success. One was recognizing and challenging power differentials across communities and institutions from the start. Second was placing relationships at the center of work among people, communities, and institutions. And third was building of agency, not only for volunteers, but people at the end of life. Now coming to section 15, it deals with recommendations. So the recommendations, it has provided recommendations for all, recommendation for civil society, for healthcare systems, researchers and funders, and government and policy makers. Now, the recommendation for all include a relationship and network across society must be placed at the center, as we mentioned earlier. Then a responsibility for dying well should not fall solely on health and social services and not solely on the communities. And there should be a shared power and shared decision-making happening at the end of life. Then another is recommended essential package of palliative care and pain relief health services should be provided to all. Then death literacy that must be developed for all. So that was a recommendation for all. Now, recommendation for civil society was to expand models of community action in death and dying, then which are sensitive to local populations and led by actors beyond those in palliative care. That is a community-owned and community-supported palliative care program. Then stories and experience of people dying and grieving should be shared so that it becomes a part of life. Then also these traditions, rituals, and support structures around death should be re-examined by communities to ensure that they do not reinforce inequalities. The recommendations for health and social care system is for education on death and dying, then training competent healthcare professionals for dying and who are competent in caring for dying patients and their families.
Then patients and families should be provided with clear information regarding the prognosis. Then recommendations to researchers is to invest in programs, institutions, and communities to experiment with rebalancing death and dying. And these research should include diverse and innovative work outside health system in marginalized populations and in low and middle income countries. Then it should be also be undertaken by people from a broad range of areas and disciplines. Then recommendations to the government and policy makers. One is to prevent out-of-pocket expenditure for treatment at end-of-life care. Second is to have a palliative care approach to be available along disease-modifying treatments. Third was to, legal changes regarding withdrawal of care or not withdrawal of care and assisted death. Then also ensure that everyone has an opportunity to make an advanced care plan. Then the next step is that an opportunity, section 16 deals with next step. It is an opportunity to reevaluate our relationship with death and catalyst for radical change. And and advocate a shift in focus away from excessive dependence on healthcare system and to see it as a social, psychological, physical, and spiritual event that it is. So, and with that, they conclude the Lancet report by saying that death and dying must be recognized as not only normal but valuable. Care of the dying and grieving must be rebalanced, and we call on people throughout society to respond to this challenge. Thank you. ഡോക്ടർ പ്രസീത ചന്ദ്രൻ 48 പേജുള്ള 16 സെക്ഷനിലുള്ള ഈ റിപ്പോർട്ട് വളരെ ഉൾക്കാഴ്ചയോടെ സമഗ്രത നഷ്ടപ്പെടുത്താതെ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഭാവിയിലുള്ള ഈ വെബിനാറിൻ്റെ അവസാനത്തിലുള്ള പൊതുചർച്ചയ്ക്ക് നല്ല സോഴ്സ് ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായി ക്ഷണിക്കപ്പെട്ട അവതരണങ്ങളാണ്. അതിൽ ഒന്നാമതായി ഡോക്ടർ ഇ ദിവാകരൻ, ഡയറക്ടർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് കെയർ, തൃശ്ശൂർ. ഡോക്ടർ ഇ ദിവാകരനെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നു. താങ്ക് യു ഉണ്ണി. ഡോക്ടർ പ്രസീത വളരെ നന്നായി റിപ്പോർട്ടിന്റെ ഒരു കൗതുകവും നഷ്ടപ്പെടാതെ അത് പറയുണ്ടായി. അതിന് ഒരുപാട് നന്ദി. ഇന്നത്തെ വിഷയം മരിക്കലിനോടുള്ള നല്ല സമീപനം എന്തായിരിക്കണം എന്നുള്ളതാണ്. ഇത് ഈ ഒരു ടോപ്പിക്ക് വരാനുള്ളൊരു പശ്ചാത്തലം എന്താ വെച്ചാൽ, മരണം എന്നൊരു സ്വാഭാവിക പ്രക്രിയ അല്ലാതായി മാറിയിരിക്കണം. ഒരു ഫാമിലി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലെവലിൽ നടക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തെ ഒരു ക്ലിനിക്കൽ ഇവന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു ധാരണയാണ് വന്നിരിക്കുന്നത്. അതായത് വൈദ്യവൃത്തിയുടെ പരമമായ ലക്ഷ്യം ജീവൻ ഏത് വിധേനയും നിലനിർത്തുക എന്നാണ്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ മരണം എന്നുള്ളത് ഒരു തെറാപ്യൂട്ടിക് ഫെയിലിയർ ആയിട്ടാണ് കാണുന്നത്, സ്വാഭാവിക പ്രക്രിയയായിട്ടല്ല കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏത് വിധേനയും ഒഴിവാക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള നിലയ്ക്കാണ്. ഈ ഒരു അവസ്ഥ കാരണം ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഒരു അന്തസ്സുറ്റ മരണം എന്നുള്ളത് ഇന്ന് ഇല്ലാതായിട്ടുണ്ട്. കാരണം ഏത് വിധേനയും ജീവൻ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ നിഷ്ഫലമായ ചികിത്സകളൊക്കെ നടത്തുകയും അതിനു വേണ്ടിയിട്ട് തീവ്രപരിചരണ വിഭാഗത്തിലൊക്കെ പോവുകയും എല്ലാം ചെയ്യുക വഴി എന്താ പറയുക, ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിച്ചും ഒരുപാട് യാതനകൾ അനുഭവിച്ചും മാനുഷികമായ യാതൊരു അന്തസ്സും ഇല്ലാതെ മരിച്ചു പോകുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതേമാതിരി തന്നെ മറ്റൊന്ന്, അന്യഥ വേറെ രോഗികൾക്ക് കൊടുക്കാൻ പറ്റുമായിരുന്ന നമ്മുടെ വിഭവങ്ങൾ അനാവശ്യമായിട്ട് വ്യയം ചെയ്യുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ ഒഴിവാക്കാനാണ് നമുക്ക് എങ്ങനെയാണ് മരിക്കലിനോടൊരു നല്ല സമീപനം ഉണ്ടാക്കുക എന്നുള്ള ഒരു അഭിപ്രായം വന്നത്. അപ്പൊ ഇതിന് ഞാൻ ആലോചിക്കുന്നത്, എനിക്കൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുമോ? കുറച്ച് സ്ലൈഡുകൾ കാണിക്കാന്ന് വിചാരിച്ചിട്ട്. പറ്റും. എനിക്ക് അതിനുള്ള ഒരു അനുവാദം കിട്ടണം. യു കനോട്ട് സ്റ്റാർട്ട് സ്ക്രീൻ ഷെയർ, അതർ പാർട്ടിസിപ്പന്റ് ഈസ് ഷെയറിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ പ്രസീത അതൊന്ന് ക്യാൻസൽ ചെയ്താൽ ചിലപ്പോൾ ശരിയാവും. കേട്ടില്ല.
ഡോക്ടർ പ്രസീത സ്ക്രീൻ ഷെയറിംഗ് നിർത്തിയോ? നിർത്തിയാലേ വേറെ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. ഓക്കെ, ഇപ്പൊ കാണാനുണ്ടോ? ഓ, കാണാനുണ്ട്. അതായത് ഒരു ഫിയർ ഓഫ് ഡെത്ത് ആണ് പൊതുവെ അതെ, ഉള്ളത്. നമ്മുടെ ഈ ഒക്ടേവിയ പാസിന്റെ ഒരു കോട്ട് ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ടായിട്ടുണ്ട്, "The word death is not pronounced in New York, in Paris, in London, because it burns the lips. The Mexicans, in contrast, sleeps with it, celebrate it. It is one of his favorite toys and his most steadfast love." ഇത് എനിക്കറിയില്ല ഒക്ടേവിയ പാസിന് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. കാരണം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പൊതുവെ ആഗോളമായിട്ട് തന്നെ ഡെത്ത് ഒരു ഫിയറിയെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിലാണ്. നമ്മുടെ ഇന്ത്യ പോലും എക്സെപ്ഷൻ അല്ല. ഇപ്പൊ ടാഗോറൊക്കെ പറയുന്നുണ്ട്, എന്താണ്, ഡെത്ത് ഈസ് നോട്ട് എക്സ്റ്റിംഗ്വിഷിംഗ് ലൈറ്റ്, ഇറ്റ് ഈസ് പുട്ടിംഗ് ഔട്ട് ദ ലാമ്പ് ബിക്കോസ് ഡോൺ ഹാസ് കം. ഇതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിലും നമ്മളുടെ വളരെ കാലം മുമ്പ് മുതൽക്ക് തന്നെ ഡെത്തിനെ ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. ഇപ്പൊ ഹിരണ്യകശിപുവിന്റെ കഥ തന്നെ ഉണ്ടല്ലോ, എങ്ങനെ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വരങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന് ഒരു ചാൻസ് ഒരു ലൂപ്പ് ഹോളും കൊടുക്കരുത് എന്നുള്ളതുകൊണ്ടാണ്. രാവിലെ മരിക്കരുത്, രാത്രി മരിക്കരുത്, എന്താ പറയുക, മനുഷ്യനെ കൊണ്ട് മരിക്കരുത്, മൃഗങ്ങളെ കൊണ്ട് മരിക്കരുത്, ആയുധങ്ങളെ കൊണ്ട് മരിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് ഉണ്ടാവുന്നത്. അതേമാതിരി തന്നെ പരീക്ഷത്തിന്റെ കഥയില് പരീക്ഷത്തിന്റെ ഈ തക്ഷകൻ കടിച്ച് മരിക്കുന്നുള്ള ആ മരണഭയമാണ് വാസ്തവത്തില് വലിയ ഗ്രേറ്റ് എപ്പിക് ഭാഗവതം ഉണ്ടായത് തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മരണത്തെ കുറിച്ചുള്ള ഭയം എന്നുള്ള ഒരു വല്ലാത്ത റിയാലിറ്റിയാണ്. അത് നമ്മളങ്ങനെ ഒരാൾ മരിക്കാൻ പോവാണ് അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒരിക്കലും പറയാറില്ല. നമ്മളൊരു അവസ്ഥ വളരെ മോശമാണ്, ഒരു ശരിക്കുള്ള ഒരു വഴിയല്ല എടുക്കുന്നത്, ഒന്നും കാര്യം ശരിക്കും അത്ര വന്തിയല്ല, വലിയ പ്രതീക്ഷയില്ല, ഇങ്ങനെയൊക്കെയാണ്. അത് മരിക്കുക എന്നുള്ളതാണ്. ആ മരണം എന്നുള്ള വാക്ക് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ മരണത്തെക്കുറിച്ച് പറയാൻ പറ്റാത്തത്? ഒന്നാണ്, ഇപ്പൊ ഡോക്ടർമാർക്ക് രോഗികളോട് സംസാരിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് പറയില്ല. കാരണം എന്താ വെച്ചാൽ അത് അവർ വലിയ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റിയില്ലെങ്കിലോ. കാരണം ഉണ്ണി പറഞ്ഞ മാതിരി തന്നെ മരണം എന്ന് പറഞ്ഞത് ഒരു വ്യക്തത ഇല്ലാത്ത ഒരു കാര്യമാണ്. കാരണം എന്താണ്, ബ്രെയിൻ ഡെത്ത് ഉണ്ടായി കഴിഞ്ഞാലും ഓർഗൻസ് ലിവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നമ്മളിപ്പോ മരണം എന്നുള്ള ഈവന്റ് ആണെങ്കിൽ പോലും മരണപ്രക്രിയ അതിനെ കുറിച്ചാണ്. നമ്മൾ ഡെത്ത് ആൻഡ് ഡൈയിങ്ങിനെ കുറിച്ചാണ്. ഡെത്ത് ഒരു ഈവന്റ് ആണെങ്കിലും ഡൈയിങ് ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ പ്രോസസ്സ്, ഡെത്തിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒരു പ്രോസസ്സായിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഡൈയിങ് പ്രോസസ്, മരിക്കൽ എന്ന് പറയുന്നതിന്റെ കാര്യം. പിന്നെ ഒരു പ്രശ്നമുള്ളതാണ്, ഇങ്ങനെയൊക്കെ പറയുക വഴി രോഗി അപ്സെറ്റ് ആയി പോകുമോ എന്നുള്ള ഒരു പേടി. വാസ്തവത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനം തന്നെ ഇനബിലിറ്റി ടു കം ടു ടേംസ് വിത്ത് അവർ ഓൺ ഡെത്ത്. ഏറ്റവും പ്രധാനതാണ്. നമ്മളെ എല്ലാവർക്കും ഉള്ളിലൊരു മരണഭയമുണ്ട്. അപ്പൊ അതിനെ വേണ്ട മാതിരി എന്താ പറയാ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരു രസകരമായിട്ടുള്ള ചോദ്യമുണ്ട്, ചോദ്യോത്തരം ഡോക്ടർ ചോദിക്കുന്നുണ്ട്. "I know talking about this might make you uncomfortable." മരണത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ രോഗി പറയുന്നത്, "Patient, not at all. I think it makes you uncomfortable." ഇതാണ് നമ്മളുടെ ഈ സംസാരിക്കുന്ന ആള്, മരിക്കുന്ന ആളുടെ എല്ലാ പ്രശ്ന വാസ്തവം. മരിക്കുന്ന ആളെ കുറിച്ച് സംസാരിക്കുന്ന, മരിക്കാൻ തൽക്കാലം സാധ്യതയില്ലാത്ത ഒരാളുണ്ടല്ലോ, സോ കോൾഡ് ഹെൽത്തി ആയിട്ടുള്ള ആള്, അയാളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷമങ്ങളും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും ഈ മരണത്തെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല. വി ചൂസ് ടു ഹൈഡ് ബിഹൈൻഡ് മെഷീൻസ്. വലിയ CT-ന്റെയും മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിന്റെയും അല്ലെങ്കിൽ വെന്റിലേറ്റേഴ്സിന്റെയും ഒക്കെ സഹായം വാങ്ങി വി ചൂസ് ടു ഹൈഡ് ബിഹൈൻഡ് മെഷീൻ. അതാണ് സംഭവിക്കുന്നത്. ഓർഡർ ഇൻവെസ്റ്റിഗേഷൻ വിച്ച് ഹാസ് നോ റെലവൻസ്, റൈറ്റ് ഡൗൺ പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് ഡൗട്ട്ഫുൾ വാല്യൂ ആൻഡ് കണ്ടിന്യൂ മോണിറ്ററിംഗ് വൈറ്റൽസ്. ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുക, ഡൂയിങ് എവറിഥിങ്. ഇതാണോ ഡൂയിങ് എവറിഥിങ് ഫോർ ദ പേഷ്യന്റ് എന്നുള്ളത് നമ്മളിപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണോ, നമ്മൾ ആരെയും ചോദിച്ചിരുന്നു, ഇതാണോ ഈ രോഗിക്ക് വേണ്ടത്? മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ആവശ്യം ഇതൊക്കെ തന്നെ ആയിരുന്നോ, അതോ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ വേറെ വല്ലതായിരുന്നോ എന്നുള്ള ആ ഒരു ചോദ്യം ഇപ്പോഴാണ് വന്നു തുടങ്ങുന്നത്. അപ്പോ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതിരിക്കുകയും ഒക്കെ എന്നുള്ളൊരു കാരണമായിട്ട്
എലിസബത്ത് കുബ്ലർ റോസ്, അവര് മരണത്തെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർ പറയുന്നുണ്ട്, ഈസ് ദിസ് അപ്രോച്ച് അവർ ഓൺ വേ ടു കോപ്പ് വിത്ത് ആൻഡ് റിപ്രസ് ദ ആങ്സൈറ്റീസ് ദാറ്റ് എ ടെർമിനലി ഇൽ പേഷ്യന്റ് ഇവോക്ക് ഇൻ us, our lack of omnipotence, our own limits and failures, and last but not least, perhaps our own mortality. ഇതാണ് നമ്മുടെ മോർട്ടാലിറ്റീനെ മാസ്റ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കാത്തത്തോളം കാലം നമുക്ക് അവരുടെ മോർട്ടാലിറ്റീനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഇത് ചോദ്യം വളരെ ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരുപാട് മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് രോഗികൾ എന്നുള്ളതാണ് വാസ്തവം. കോഴിക്കോട് ഞാൻ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന രാജമോഹൻ സാറിന്റെ ഒരു 8 വയസ്സുള്ള ഒരു കുട്ടി ചോദിച്ചതാണത്. മരിക്കുകയാണെന്ന് ആ കുട്ടിക്ക് അറിയാം. അപ്പൊ ആ കുട്ടി ചോദിക്കുകയാണ്, ഐ ഹാവ് 2 questions, will you answer me? When I reach there, will Allah punish me for my wrongdoings? Will I suffocate when they bury me? ഇതൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതിരിക്കുന്നിടത്തോളം കാലം ഇത് അവരുടെ ഉള്ളിൽ എത്രത്തോളം വിങ്ങലുണ്ടാക്കുന്നുണ്ടാവും നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ചോദിക്കുകയും അതിനെ വേണ്ട തക്കതായിട്ടുള്ള മറുപടി പറയാൻ കഴിയുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഒരു ടെർമിനൽ കെയർ എന്നുള്ളത് അതിന്റെ അർത്ഥവത്തായ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനെ ഇത് ആ കുട്ടി ചോദിച്ച മാതിരി തന്നെ മുതിർന്നവർക്കും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മരണത്തെ അഭിമുഖീകരിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേവലാതികളുണ്ട്. അപ്പോ ടോൾസ്റ്റോയുടെ ഡെത്ത് ഓഫ് ഇവാൻ ഇല്ലിച്ച് നല്ലൊരു പാലിയേറ്റീവ് ടെക്സ്റ്റാണ് ഞാൻ പറയും. വാസ്തവത്തിൽ ഈ കമ്മ്യൂണിക്കേഷന്റെ ഇത്തരത്തിലുള്ള ഈ കൊല്യൂഷന്റെ ഒക്കെ ഒരുപാട് മോശമായിട്ടുള്ള രൂപം അതിൽ കാണിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റൊമക് ക്യാൻസറുമായി എന്തോ ഒരു മാറാരോഗം ബാധിച്ച് ഒരുപാട് എന്താ പറയുക ഒരു ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല എന്നുള്ള കാര്യമൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. പക്ഷെ ഇത് അവരുടെ ഭാര്യയ്ക്കും സ്വന്തക്കാർക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവരും കൂടി ഒരു നാടകം കളിക്കുക ചെയ്യുന്നത്. അതാണ് ദിസ് ഡിസെപ്ഷൻ ടോർച്ചേർഡ് ഹിം. ദേ ആർ നോട്ട് വിഷിംഗ് ടു admit what they all knew and what he knew, but wanting to lie to him concerning his terrible condition and wishing and forcing him to participate in that lie. ഇതായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അവസാന കാലത്തുണ്ടായിരുന്ന ടോർച്ചർ എന്ന് പറയാവുന്നത് ഉണ്ടായിരുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല. അതാണ് അതിൽ ഗോവാന്റെ ബീയിങ് മോർട്ടലിൽ പറയുന്നുണ്ടായിട്ടുണ്ട്. We did little better than Ivan Illich's primitive 19th century doctors. Worse, actually, given the new forms of physical torture we would inflict on our patients. It is enough to wonder, who are the primitive ones? നമ്മുടെ 19th century ഡോക്ടർമാരാണോ ഇന്നത്തെ 21st century ഡോക്ടർമാരാണോ? ആരാണ് പ്രിമിറ്റീവ് എന്നുള്ളത് ഇപ്പൊ നമുക്ക് അത്ഭുതപ്പെടേണ്ടി വരും. കാരണം ഇന്ന് നമുക്ക് ഈ ആസന്ന മരണമായിട്ടുള്ള രോഗീനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ ഗാഡ്ജറ്റ്സ് ഉണ്ട് കയ്യിൽ. അതാണ് അതുകൊണ്ടാണ് അതുൽ ഗവാണ്ടെ പറഞ്ഞത് ആരാണ് കൂടുതൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്നുള്ളത്. ഇത് മൈക്ക കാണി പറയേണ്ടായിട്ടുണ്ട്. ഈ ഇന്നത്തെ ഈ മരണനിഷേധിയായിട്ടുള്ള ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ മാനേജ്മെന്റിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഐ എം അഫ്രൈഡ് വി മേ ബി ഇൻ ദ പ്രോസസ് ഓഫ് സെല്ലിംഗ് അവർ സോൾ ടു ദ വെരി മെഡിക്കൽ മോഡൽ whose successes have created the needs our specialties has out to meet. കാരണം പാലിയേറ്റീവ് കെയർ വന്നതോടുകൂടിയിട്ട് ഇത് ഇൻഡിവിജ്വലൈസ് കെയർ, ഡിസീസ് ഫോക്കസ്ഡ് അല്ലാണ്ട് പേഷ്യൻസ് സെന്റേർഡ് ആയിട്ടുള്ള കെയർ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ പാലിയേറ്റീവ് മെഡിസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയി മാറ്റുന്നതോട് അതെല്ലാം പോവുമോ, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടിയാണ് അദ്ദേഹം പങ്കുവെച്ചത്. അതിൽ ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക് ഈ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. ഒന്ന്, ക്ലാരിഫൈ ഫിയേഴ്സ് റിഗാർഡിംഗ് ഡൈയിങ് പ്രോസസ്. നേരത്തെ ആ കുട്ടി ചോദിച്ച മാതിരി കുഴിച്ചിടുമ്പോൾ ശ്വാസം മുട്ടും എന്നുള്ള അതുമാതിരിയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. എന്താണ് ഡൈയിങ് പ്രോസസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി. ഓപ്പർച്യൂണിറ്റി ഫോർ റെമിനിസൻസ്, ഇൻട്രോസ്പെക്ഷൻ ആൻഡ് ഫൈൻഡിങ് മീനിങ് ഇൻ വൺസ് ഓൺ ലൈഫ് എക്സ്പീരിയൻസ്. ഒരു കണക്കെടുപ്പാണത്. നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ആ സമയത്താണ് നമ്മൾ ഒരുപാട് ഇൻട്രോസ്പെക്ഷനും എല്ലാം നടത്തുന്നത്. നമ്മുടെ ലൈഫിന് മീനിങ് ഫുൾ ആയിരുന്നത് എങ്ങനെയാണ്, എന്തായിരുന്നു അതിന്റെ മീനിങ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അൺഫിനിഷ്ഡ് ബിസിനസ് ഒക്കെ സെറ്റിൽ ചെയ്യാൻ കഴിയും. നേരത്തെ പറയണ്ടായി ലാൻസെറ്റ് കമ്മീഷൻ റിപ്പോർട്ടിലും വേറൊരു ഏജ് ഹെൽത്ത് ആൻഡ് കെയർ സ്റ്റഡി ഗ്രൂപ്പും എല്ലാവരും പറഞ്ഞതിലുണ്ട് ഈ അൺഫിനിഷ്ഡ് ബിസിനസ് എന്നുള്ളത്
ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒരു ഗുഡ് ഡെത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ സ്റ്റോപ്പ് ഫ്യൂട്ടൈൽ ട്രീറ്റ്മെന്റ്, unnecessarily prolonging life, അത് വേണ്ടെങ്കിലും optimize symptom control, enhance communication with near ones, and there's an inner growth in patients and the whole caring team. Dying, the caring the dying is not a duty, but it's a gift എന്ന് പറയണ്ടായിട്ട് ഒരു നഴ്സ് എന്ന മാതിരി. ഇത് ഫൈനൽ ഈ ഡെത്ത് ഉണ്ടാവുന്ന സമയത്ത് ഇത് ഫൈനൽ ഗിഫ്റ്റ് ഗിവിങ് മായത്ത് ഒരു ഈവന്റ് ആയിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് വസ്തുത. നമുക്കത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻസ് ഉള്ളത്? കം ടു ടേംസ് വിത്ത് അവർ ഓൺ മോർട്ടാലിറ്റി. അതാണ് ആദ്യത്തെ ഒരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ മരണത്തെ കുറിച്ച് തന്നെ ഒരു ദിവസം നമ്മളെല്ലാവരും തന്നെ മലന്ന് കിടക്കുകയും മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കുകയും ചെയ്യുന്ന ആ രൂപത്തെക്കുറിച്ച്, ആ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനും അതുമായിട്ട് പൊരുത്തപ്പെടാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതാണ് ആവശ്യം. മേക്ക് ഡെത്ത് ഡിസ്കഷൻ എ റെഗുലർ അഫെയർ എമോങ് സ്റ്റാഫ് ആൻഡ് വോളണ്ടിയേഴ്സ്. നമ്മുടെ പാലിയേറ്റീവ് സെറ്റപ്പിൽ പറയണം. പക്ഷെ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിറ്റിയിൽ തന്നെ എല്ലാവരും മരണത്തെക്കുറിച്ച് മടികൂടാതെ സംസാരിക്കാൻ, ആരുടെയും മരണത്തെക്കുറിച്ചല്ല, സ്വന്തം മരണത്തെക്കുറിച്ച് തന്നെ അതിൻ്റെ വേവലാതി എന്താണെന്നൊക്കെ പറയാം. അതിനാണ് ഇപ്പോൾ ഈ ഡെത്ത് കഫേ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട് വെസ്റ്റില്. ഒരു കാപ്പിയും കേക്കും കഴിച്ച് നമുക്ക് മരണത്തെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ളത്. വലിയ ഹൈലി ഫിലോസോഫിക്കൽ ആകുമൊന്നും വേണ്ട. നമ്മുടെ നിത്യജീവിതത്തിൽ മരണത്തെക്കുറിച്ച് നമുക്ക് സംസാരിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളത്. ദിസ് ഇസ് അബൌട്ട് അഡ്വാൻസ് കെയർ പ്ലാൻ. നേരത്തെ പറയും നമ്മുടെ സുപ്രീം കോടതി ഒരു അഡ്വാൻസ് കെയർ പ്ലാൻ ഒക്കെ ആക്കിയിട്ട് അത് ശുദ്ധ അസംബന്ധമായിട്ട് മാറിയിട്ടുണ്ട്. അതിപ്പോ നമുക്കിപ്പോ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കൺക്ലൂഷനിൽ ഇതാണ് പറയുന്നത്, വി ലിവ് ഇൻ എ ഡെത്ത് ഡിനൈയിങ് കൾച്ചർ. അത് നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. There is a need to talk about death and dying with the patients. There is a need to overcome our own fear of death. And discussion of death should be a routine activity in the palliative care centers, not only palliative care centers, in the community at large. And advanced care plan help to initiate talk on dying. ഈ അഡ്വാൻസ് കെയർ പ്ലാന്റെ ഏറ്റവും വലിയൊരു ഗുണം അതാണ്. കാരണം ഇത് ഡെത്ത് എന്നുള്ളത് ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവുകയാണ്. നമ്മുടെ വീട്ടില് ഒരു പ്രായമായിട്ടുള്ള ആൾ പറയാൻ ഞാൻ ഈ അഡ്വാൻസ് കെയർ പ്ലാൻ ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഡെത്തിനെ കുറിച്ച് അയാൾ ആലോചിക്കുന്നത്. അയാളുടെ ഡെത്തിനെ കുറിച്ച് അയാളുടെ ക്ലോസ് റിലേറ്റീവ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഈ അഡ്വാൻസ് കെയർ പ്ലാൻ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നല്ലൊരു കാര്യം. അത് എത്രത്തോളം അപ്രായോഗികമാക്കി മാറ്റിയിട്ടുണ്ട് അതിന്റെ എക്സിക്യൂഷനിൽ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഡെത്ത് എന്നുള്ള അതിന് മരണം എന്നുള്ള സാധനത്തിന് മേക്കിംഗ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് എ ബാഡ് ജോബ് എന്നുള്ള മാറ്റിയിട്ട് മേക്കിംഗ് ദ മോസ്റ്റ് ഔട്ട് ഓഫ് എ ഗുഡ് ജോബ് എന്നുള്ള നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതാണ് എലിസബത്ത് കുബ്ലർ-റോസ് പറഞ്ഞ മാതിരി, I have told my children that when I die to release balloons in the sky to celebrate that I graduated. For me, death is a graduation. Thank you. താങ്ക് യു ഡോക്ടർ ദിവാകരൻ. പുരാണങ്ങൾ മുതൽ ഇന്ന് ഇപ്പോൾ ഏറ്റവും വളരെ കറന്റ് ആയിട്ടുള്ള ഡെത്ത് കഫേ വരെ പരാമർശിച്ചുകൊണ്ട് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെറിയ കൺക്ലൂഷൻസ് പറയുകയും ചെയ്ത് കൊണ്ടാണ് മരണത്തെ മനസ്സിലാക്കാൻ ഡോക്ടർ ദിവാകരൻ ശ്രമിച്ചത്. മരണം ഒരു തെറാപ്യൂട്ടിക്കൽ ഫെയിലിയർ ആണെന്ന ധാരണയെ വിമർശിച്ചുകൊണ്ടാണ് മരണത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മരിക്കുന്ന ആളുടെ ആഗ്രഹം എന്തായിരുന്നു എന്ന ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം മരിക്കുന്ന ആളുടേതല്ലാതായിരിക്കുന്നു മരണം. അതൊരു തെറാപ്യൂട്ടിക്കൽ ഫെയിലിയർ ആണ്. വൈദ്യവും സാങ്കേതികതയുമാണ് മരണത്തെ കൈവശം വെച്ചിരിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട അദ്ദേഹം ഉന്നയിച്ച മനോഹരമായ സാഹിത്യത്തിലൂടെയും പുരാണത്തിലൂടെയും പുതിയ പല കാര്യങ്ങളിലൂടെ കടന്നു പോയത്. അടുത്തതായി ഡോക്ടർ അനീഷ്, കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം, സംസാരിക്കാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ പറയുന്ന കേൾക്കാം എന്ന് വിചാരിക്കുന്നു. കേൾക്കാം. താങ്ക് യു. അപ്പോ പ്രസീതയുടെ ടോക്കും ദിവാകരൻ സാറിന്റെ ടോക്കും, ഞാൻ ഈ വിഷയത്തിൽ ഞാനൊരു വിദഗ്ധനല്ല, എങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഒരു ഓവർലാപ്പ് ഇല്ലാതെ വളരെ വേഗത്തിൽ പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. എനിക്കൊരു 4 സ്ലൈഡുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു 4 സ്ലൈഡുകൾ മാത്രം ഞാനൊന്ന് കാണിക്കാം.
ഇത് ഈ ടേബിൾ കാണാമല്ലോ അല്ലേ? കാണാം. ഇത് ലാൻസെറ്റ് കമ്മീഷന്റെ ആ പേപ്പറിൽ തന്നെയുള്ള ടേബിളാണ്. ഇത് പ്രസീതയ്ക്ക് പിന്നീട് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കാണിക്കാതെ പോയതാണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ ടേബിൾ വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ചും ലാൻസെറ്റ് കമ്മീഷന്റെ ആദ്യ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ഈ ടേബിളിൽ അത് സ്വാംശീകരിച്ചിട്ടുണ്ട്. അപ്പോ ഡെത്ത് അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് വളരെ മെഡിക്കൽ ടെക്നോളജിയുടെ, അത് വളരെ ടെക്നിക്കലായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ദിവാരൻ സാർ നേരത്തെ മനോഹരമായിട്ട് പറഞ്ഞു. മറ്റൊന്ന്, ടെർമിനൽ ഇൽനെസ് കണ്ടെത്താനുള്ള സാധ്യത. മരണം സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ടെർമിനൽ ഇൽനെസ്, ഇപ്പോൾ ഒരു ക്യാൻസർ എന്ന് വിചാരിക്കുക, അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും അത് വളർച്ച പ്രാപിക്കുകയും സ്വാഭാവിക പരിണാമമായിട്ട് മരണം സംഭവിക്കുകയും ചെയ്യുക എന്നുള്ളതിൽ നിന്നും അത് കണ്ടെത്തുകയും ആ അറിവ് തന്നെ നമ്മളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പീഡനം. രോഗം ഉണ്ട് എന്നുള്ള അറിവ് തന്നെ പലപ്പോഴും ഒരു പീഡനമായിട്ട് മാറുന്നു. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പല സമയത്തും രോഗം അറിയുന്നു, നമ്മൾ അറിയുന്നില്ല. അതായത് മരിക്കാൻ പോകുന്ന ആൾ അറിയുന്നില്ല, കുടുംബാംഗങ്ങൾ അറിയുന്നു. പിന്നീട് കുടുംബാംഗങ്ങൾ അത് മരിക്കാൻ പോകുന്ന ആളുകളിൽ നിന്ന് മറച്ചു വെക്കുന്നു. ഒരുപക്ഷെ മരിക്കാൻ പോകുന്ന ആൾക്ക് അത് അറിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതും ദിവാരൻ സാർ സൂചിപ്പിച്ചു. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ ആ ഒരു കൾച്ചർ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ലാൻസെറ്റ് കമ്മീഷൻ സത്യത്തിൽ വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല എന്നാണ് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. ഇപ്പോ മരണത്തെ പറ്റി അറിയാനുള്ള ഒരു അവകാശം, അത് എനിക്ക് എന്റെ മരണത്തെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും എനിക്കത് ഡിനേ ചെയ്യുന്ന ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്. അതോടൊപ്പം എന്റെ മരണത്തിന് ശേഷം എന്റെ ഭൗതിക ശരീരം എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ മരിക്കാൻ പോകുന്ന ആൾക്ക് തീരുമാനം എടുക്കാൻ കഴിയാത്ത, അത് കുടുംബാംഗങ്ങൾ ഒക്കെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ തീരുമാനിക്കുന്ന ഒരു കാര്യവും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ മരണം എന്ത് എന്നുള്ളത് വളരെ സിമ്പിളായിരുന്ന 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് നിന്നും അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള, മരണം തന്നെ എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത, പറയാൻ കഴിയാത്ത, അതിനെപ്പറ്റി ഉണ്ണിസാർ അതിന്റെ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചു. പിന്നെ പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായിട്ട് മാറുന്നു. ഒരു ഹാർട്ട് അറ്റാക്ക് എങ്ങാനും വരികയും ആശുപത്രിയിൽ എത്തുന്ന സമയത്തിനുള്ളിൽ മരണം സംഭവിക്കുകയൊക്കെ ചെയ്യാനുള്ള യാദൃച്ഛികതയിൽ മാത്രമാണ് പെട്ടെന്നുള്ള മരണം സംഭവിക്കുക. ബാക്കി സമയത്തെല്ലാം മരണം വരിക, ഇപ്പം പെട്ടെന്നുണ്ടാവുന്ന മരണം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് നമ്മൾ അതിനെ മെഡിക്കലൈസ് ചെയ്യുകയും ആശുപത്രിയിൽ ഒരുപക്ഷെ നമ്മൾക്ക് ഒരു പൂർവ്വ ജീവിതത്തോട് തുലനം ചെയ്യാൻ പോലും കഴിയാത്തത്ര ക്വാളിറ്റി കൊടുക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ജീവൻ രക്ഷിക്കുക എന്നുള്ള ചില തത്വങ്ങളിൽ മാത്രം ഊന്നി, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ സത്യത്തിൽ അതാണോ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം ദിവാരൻ സാർ പറഞ്ഞു. പിന്നെ ഡെത്ത്സ് ഫ്രം ഇഞ്ചുറീസ് പൊതുവെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ റോഡ് ട്രാഫിക് ആക്സിഡന്റ് പോലെയുള്ള ഇഷ്യൂസ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ ക്രോണിക് ഡിസീസസിൽ നിന്നും, അതായത് നീണ്ടു നിൽക്കുന്ന രോഗങ്ങളിൽ നിന്നുമുള്ള മരണങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പണ്ട് കാലത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ഡിസീസസിൽ നിന്നുള്ള മരണങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഈ ഇൻഫെക്ഷസ് ഡിസീസസ് കാരണം പണ്ട് കാലത്ത് കുഞ്ഞുങ്ങൾ ധാരാളം മരിച്ചിരുന്നു. ഇപ്പൊ നമ്മുടെയൊക്കെ മുൻ ജനറേഷനിൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെയൊക്കെ കുട്ടികൾ മരിച്ച ഒരു അനുഭവം വളരെ കൂടുതലായിട്ട് മുൻ ജനറേഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ മരണം കുഞ്ഞുങ്ങളിൽ നിന്നും പ്രായാധിക്യമുള്ളവരിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും മരണത്തിന്റെ ഗുണനിലവാരം ഉയരുന്നു എന്ന് ഒരു തോന്നൽ ഉണ്ടാകാമെങ്കിലും എല്ലായ്പ്പോഴും അങ്ങനെ അല്ല എന്നുള്ളതാണ്. കാരണം പണ്ട് കാലത്ത് ഒരുപക്ഷെ ഒരു സാമൂഹ്യമായിട്ടുള്ള ചുറ്റും ശിശുമരണങ്ങൾ വളരെ വ്യാപകമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ശിശുമരണവും ഇന്നത്തെ നിലയിൽ ഏതെങ്കിലും ക്യാൻസറോ അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന ശിശുമരണവും തമ്മിൽ നോക്കുമ്പോൾ പണ്ടുകാലത്തുള്ളതിനേക്കാൾ ഇപ്പോൾ ശിശുമരണങ്ങൾ വളരെ പെയിൻഫുൾ ആണ്. കാരണം ഒരു വീട്ടിൽ ചിലപ്പോൾ 1-2 കുട്ടികളെ കാണുള്ളൂ. പലപ്പോഴും ആ കുട്ടികൾ മറ്റു ഭവനങ്ങളിൽ കുട്ടികൾ മരിക്കുന്നില്ല, ഇപ്പോൾ ഒരു ഭവനത്തിൽ അത് സംഭവിക്കുന്നു, തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ശ്രീബുദ്ധന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ, ഒരുപക്ഷെ മരണത്തെ പറ്റി ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ള, മരണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് മാറ്റിയ ഒരാൾ ശ്രീബുദ്ധനാണ്. ശ്രീബുദ്ധൻ മരണം കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ മരണം കാണാതെ വളർന്ന ബുദ്ധൻ മരണം കണ്ടതിന് ശേഷമാണ് സത്യത്തിൽ ഈ ജീവിതത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. ഒരുപക്ഷെ ആ എടുത്തെറിയലിന്റെ ഒരു ശക്തിയിലാണ് ബുദ്ധൻ മറ്റാർക്കും അറ്റൈൻ ചെയ്യാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് പോയത് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ബുദ്ധന്റെ കഥയിൽ വരുന്നത്, ഒരു കുഞ്ഞു മരിച്ച സ്ത്രീ
ബുദ്ധന് കുഞ്ഞിനെ ജീവിപ്പിക്കാനായിട്ട് കഴിയും എന്നുള്ള ഒരു ധാരണയാൽ ഈ കുഞ്ഞിന്റെ മൃതദേഹവുമായിട്ട് ബുദ്ധനെ സമീപിക്കുകയും ബുദ്ധൻ ശിശുമരണങ്ങൾ നടന്നിട്ടില്ലാത്ത വീടുകളിൽ നിന്നും നിങ്ങൾ പിന്നെ കടുക് വാങ്ങിക്കൊണ്ടുവരൂ, അങ്ങനെ ഒരു വീടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കുഞ്ഞിനെ ജീവിപ്പിക്കാം എന്ന് ഓഫർ ചെയ്യുകയും ഈ സ്ത്രീ വീടാന്തരം കടുക് തേടി ഇറങ്ങുകയും പക്ഷെ എല്ലാ വീടുകളിലും ഏതെങ്കിലും ഒരു സമയത്ത് ശിശുമരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ മരണം എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും തിരിച്ച് ബുദ്ധന്റെ അടുത്ത് വന്ന് സന്യാസിനിയാവുകയൊക്കെ ചെയ്യുന്ന ഒരു കഥയുണ്ട്. അപ്പൊ അത്തരത്തിൽ ശിശുമരണം എന്ന് പറയുന്ന വളരെ വ്യാപകമായിരുന്ന ശിശുമരണം കുറഞ്ഞു വരുന്നത് എപ്പിഡമിയോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ, സാമൂഹ്യമായിട്ട് നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണെങ്കിൽ പോലും ഇപ്പോൾ ഉണ്ടാവുന്ന ശിശുമരണങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ട് മാറുന്നു എന്നുള്ളത് മാത്രമല്ല, പ്രായാധിക്യമുള്ള ആളുകളുടെ മരണത്തിൽ നേരത്തെ പറഞ്ഞ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നു എന്നുള്ളതാണ്. പിന്നെ മരണം എന്ന് പറയുന്ന പ്രക്രിയ, അത് മരണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ മരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് എങ്കിൽ പോലും ഈ അവസാന കാലത്ത് മരണം എന്നുള്ള പ്രക്രിയ വളരെ നീണ്ടതും സങ്കീർണവുമായിട്ട് മാറും എന്നുള്ളതും കമ്മീഷൻ കാണുന്ന കാര്യങ്ങളാണ്. പിന്നൊന്ന് പാസിവിറ്റി ഇൻ റെസ്പോൺസ് ടു പേഷ്യൻസ് ഡൈയിങ്, കൂടുതലായിട്ട് വെസ്റ്റേൺ മെഡിസിൻ്റെ ഉപയോഗം വന്നിരിക്കുന്നു. ഡോക്ടർമാർ വളരെ കൂടുതലായിട്ട് മരണത്തിനകത്ത്, അതായത് മരണം എന്ന് പറയുന്നത് ഒരു കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കേണ്ട ഒരു പ്രക്രിയയിൽ നിന്ന് ഒരു ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മെഷീൻ്റെ ഒക്കെ ഇടയിൽ നടക്കേണ്ട ഒരു പ്രക്രിയയായിട്ട് മാറുന്നു. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, ഞാനിത് പിന്നീട് 2-3 കാര്യങ്ങളൂടെ അതിനകത്ത് ഈ ഒരു ടേബിൾ എനിക്ക് തോന്നുന്നത് ഈ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്തിന്റെ ഒരു ഹൃദയം എന്ന് പറയാവുന്നത് ഈ ഒരു ടേബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ തുടക്കം. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ തുടക്കം സംസാരിക്കുന്നത് പ്രധാനമായിട്ട് ഈ ഒരു ടേബിളാണ്. ടേബിളിൽ പിന്നെയും ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഞാനത് ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് കുറെയൊക്കെ. മരണങ്ങളുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ സത്യത്തിൽ വലിയ കുറവില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ഇപ്പൊ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ എത്ര ആളുകളുണ്ട്? ജനിച്ചു കഴിഞ്ഞ ആളുകളെല്ലാം മരിക്കണം. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇപ്പം കേരളത്തിന്റെ മരണനിരക്ക് എന്ന് നമ്മൾ പറയുന്നത് 1000-ൽ 6 ആണ്. അതായത് ഓരോ വർഷവും 1000 പേരിൽ 6 പേര് മരിക്കുന്നു. പണ്ട് കാലത്ത് ഒരുപക്ഷെ ഇതിനേക്കാൾ അല്പം കൂടെ കൂടുതലായിരിക്കും. ഇനിയുള്ള കാലത്ത് ഒരുപക്ഷെ അല്പം കൂടെ കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മരണം നമ്മുടെ കൺമുന്നിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മരണവുമായിട്ട് നമുക്ക് പരിചയമില്ലാത്തതിന് പ്രധാനപ്പെട്ട കാരണം മരണം നടക്കുന്നില്ല എന്നുള്ളതിനേക്കാളും മരണം നമ്മുടെ കൺമുന്നിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും മരണത്തിന്റെ പ്രക്രിയയിൽ നമ്മൾ പങ്കാളികളാകുന്നില്ല. അല്ലെങ്കിൽ മരണം ഇപ്പം നേരത്തെയൊക്കെ പണ്ട് കാലത്ത് ഈ മരിച്ച ശരീരം, മരിച്ച ആളുടെ മകൻ ഒരുപക്ഷെ അടുത്ത ജില്ലയിലോ അല്ലെങ്കിൽ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ പോലും അയാള് വരുന്ന സമയം വരെ വീട്ടിൽ ഈ മൃതശരീരം വയ്ക്കുകയും ഈ മൃതശരീരവുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. ഇപ്പൊ മകൻ ഒരുപാട് ദൂരെയാണ് താമസിക്കുന്നത്. ഒരുപക്ഷെ മകൻ താമസിക്കുന്നത് ദുബായിലായിരിക്കും. പക്ഷെ വീട്ടുകാർക്ക് അല്ല, വീട്ടിലുള്ള കുട്ടികൾക്ക് മരണം പഠിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ആശുപത്രിയിൽ നിന്ന് മോർച്ചറിയിലേക്കാണ് മൃതദേഹം മാറ്റുന്നത്. പിന്നെ ഈ മകൻ വന്നിട്ട് ഈ ക്രിമേഷന് തൊട്ട് മുമ്പുള്ള സമയത്ത്, അല്ലെ മകൾ വന്നിട്ട് ക്രിമേഷന്റെ തൊട്ട് മുമ്പുള്ള സമയത്താണ് മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം മരണവുമായിട്ടുള്ള ഒരു സമ്പർക്കം വളരെ വളരെ ചെറുതായി മാറുകയും സമൂഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, അനുഭവം വളരെയധികം ചുരുങ്ങുകയും ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നൊന്ന് ക്രോണിക് ഡിസീസ് കൂടുന്നു, അത് നമ്മൾ പറഞ്ഞു. ഇൻഫെക്ഷസ് ഡിസീസസിന്റെ കുറവ് നമ്മൾ പറഞ്ഞു. ഇൻഫെക്ഷസ് ഡിസീസിന്റെ മറ്റൊരു പ്രത്യേകത, ഇൻഫെക്ഷസ് ഡിസീസസ് പലപ്പോഴും മരണം കൂട്ടത്തോടെ ഉണ്ടാകും. നമുക്ക് എപ്പോഴും മനുഷ്യന്റെ ഒരു പ്രത്യേകത, അവന് ഒരുപക്ഷെ സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ പെട്ടെന്നുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് സംഭവിക്കുകയും ഒരുപാട് കുടുംബങ്ങൾക്ക് അത് ഒരുമിച്ച് സംഭവിക്കുകയും ചെയ്യുമ്പോൾ ഒരു കൂട്ടായ്മയുടെ ഒരു ശക്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഇപ്പോൾ ഇൻഫെക്ഷസ് ഡിസീസസിൽ മരണം, ഉദാഹരണത്തിന് ബ്ലാക്ക് ഡെത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന പ്ലേഗ് മരണങ്ങളാണെങ്കിലും കോളറ മരണങ്ങളാണെങ്കിലും പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന വസൂരി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ മരണങ്ങളാണെങ്കിലും അത് സമൂഹത്തിന്റെ ഒരു പ്രശ്നമായിട്ട് മാറുകയും സമൂഹം ഒന്നടങ്കം അതിനെതിരെ അന്ന് നിലനിന്നിരുന്ന സങ്കേതങ്ങൾ എന്താണോ അത് ഉപയോഗിച്ച് പടപൊരുതാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അതിജീവന പ്രക്രിയയിൽ നിന്നും മരണം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിട്ട് ചുരുങ്ങുന്നതിന്റെ ഒരു പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യം,
എന്ന് പറയുന്നത് ഒരു ബാധ്യത, അതായത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത് അല്ലെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ശുശ്രൂഷിക്കേണ്ടത് എൻ്റെ ബാധ്യത എന്നുള്ളതിനേക്കാൾ മരണം എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റാണ് സത്യത്തിൽ. എൻ്റെ പിതാവിന്റെ മരണസമയത്ത് ഞാൻ അടുത്തുണ്ടാവുക എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമാണ് എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ മാറുന്നു. അതായത് COVID-19 കാലത്താണ് ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഏതെങ്കിലും നാട്ടിൽ മരിക്കുകയും ആ നാട്ടിലേക്ക് നമുക്ക് ഓടിയെത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ സത്യത്തിൽ നമ്മുടെ ബാധ്യതയേക്കാൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു അവസരം, ആ ഒരു ഭാഗ്യം നിഷേധിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചിന്ത ഇതിന്റെ തുടക്കഭാഗത്ത് പറയാം. വേറൊന്ന് ഡെത്ത് റിലേറ്റഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. പലപ്പോഴും മരണം, ഞങ്ങൾ എപ്പിഡമിയോളജിസ്റ്റുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിനോമിനലാണ് മരണം എന്ന് പറയുന്നത്. അത് പക്ഷെ ഈ ഒരു അർത്ഥത്തിലല്ല. കാരണം മരണത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഒരു രോഗവും മരണവും തമ്മിലുള്ള വ്യത്യാസം, രോഗം, ചെറിയ രോഗം ഉണ്ടാവാം, വലിയ രോഗം ഉണ്ടാകാം. രോഗത്തിനെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് ചെലവ് കൂടുതലുണ്ടാവാം, കുറവുണ്ടാകാം. അതിനുള്ള കഴിവ് ഒരുപക്ഷെ കൂടാം, കുറയാം. ഈ രോഗം ഒരാൾ പെർസീവ് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാകാം. രോഗം പലതവണ വരാം, ഒരു തവണ വന്ന് മാറി വീണ്ടും വരിക. മരണത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. മരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞു. അത് ഏത് രീതിയിലുള്ള മരണമാണെങ്കിലും അത് കഴിഞ്ഞു. സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വയറിളക്ക രോഗം കൊണ്ട് ഒരാൾ മരിക്കുന്നതിന്റെ ക്വാളിറ്റി ഹൃദയാഘാതം ഒരാൾ മരിക്കുന്നതിന്റെ ക്വാളിറ്റിയേക്കാൾ മോശമായിരിക്കും. കാരണം വയറിളക്കം കൊണ്ട് ഒരാൾ മരിക്കുമ്പോൾ മരണത്തെ നമുക്ക് തടയാനായിട്ട് കഴിയും. നമുക്ക് തടയാൻ കഴിയാതെ ഒരാൾ മരണപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എങ്കിൽ പോലും ക്വാളിറ്റേറ്റീവ് ഇൻഡിഫറൻസസ് കുറവുള്ള ഒരു ഫിനോമിനലാണ് മരണം. ഒരു തവണയെ സംഭവിക്കുകയുള്ളൂ. എല്ലാ ആളുകൾക്കും സംഭവിക്കും, ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. ഇപ്പൊ ഒരാൾ സംഭവിച്ചാലും ഒരല്പം നേരത്തെ വന്നുപോയി എന്നുള്ളതല്ലാതെ നമുക്കും അത് അത്തരത്തിലുള്ള ഒട്ടേറെ പ്രത്യേകതകൾ ഈ ഒരു ഇതിനുണ്ട്. അപ്പൊ ഈ ഒരു സ്ലൈഡ് അത് ഡോക്ടർ CR സോമന്റെ സ്ലൈഡാണ്. അതായത് ഇപ്പൊ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മരണത്തിന്റെ കാരണങ്ങൾ ഇപ്പോ USA 90% മരണങ്ങളും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ മലാവിയിൽ ഒരു 4-ൽ 1 മരണങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടായത് ഈയിടയ്ക്കാണ്. അവിടെ കൂടുതലും പകർച്ചവ്യാധികൾ കൊണ്ട് മരിക്കുകയും 4-ൽ 1 ആളും ഒരു 25 വയസ്സിന് മുമ്പ് മരിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഞാൻ ആ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഇട്ടത്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം മരണവുമായിട്ട്, പ്രത്യേകിച്ച് ഒരു പഠനം എന്നുള്ള നിലയിൽ മരണവുമായിട്ടുള്ള ഒരു അനുഭവം നിപ്പ വന്ന സമയത്ത് കേരളത്തിലെ മരണങ്ങളെ, അല്ലെങ്കിൽ കേരളത്തിലെ നിപ്പ മരണങ്ങളെ എങ്ങനെയാണ് കോഴിക്കോട് കൈകാര്യം ചെയ്യപ്പെട്ടത് എന്നുള്ള രീതിയിലുള്ള ഞങ്ങളുടെ ഒരു പബ്ലിക്കേഷനാണ്. അത് ഒരു മഹാമാരി വരുന്ന സമയത്ത് പ്രത്യേകിച്ചും മരണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫിനോമിനായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ആ മഹാമാരിയെ അടയാളപ്പെടുത്തുകയും, അല്ലാന്നുണ്ടെങ്കിൽ മഹാമാരി എന്ന് വെച്ചാൽ ഒരു രോഗം പൊട്ടിപ്പുറപ്പെടുന്നതായിക്കോട്ടെ, നിപ്പ ആയിക്കോട്ടെ, ആ മഹാമാരിയെ അടയാളപ്പെടുത്തുന്നത് അവിടെ ഉണ്ടാകുന്ന മരണങ്ങൾ വെച്ചിട്ടാണ്. പക്ഷെ നിപ്പ പോലൊരു ഭീകര രോഗം വരുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും ഒരു മരണ ഭീഷണി ഉണ്ടാകുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. എല്ലാവരുടെ ഉള്ളിൽ, അത് കോവിഡ് ആണെങ്കിൽ പോലും ചെറിയ ഉള്ളിൽ നമുക്ക് കോവിഡ് വരികയും നമുക്ക് കോവിഡ് ന്യൂമോണിയ വരികയും നമ്മൾ മരിച്ചു പോവുകയും ചെയ്യാനുള്ളൊരു സാധ്യത എല്ലാ ആളുകളും ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, പകർച്ചവ്യാധികൾ കൊണ്ടുള്ള മരണങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു പ്രശ്നം, പകർച്ചവ്യാധികൾ കൊണ്ട് മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പകർച്ചവ്യാധി തീവ്രമായിട്ടുള്ള ഒരു രോഗമാണെങ്കിൽ സത്യത്തിൽ നമ്മൾ ഈ പറയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും ഭയത്തോടു കൂടിയാണ് ഈ മരണമടഞ്ഞ ഡെഡ് ബോഡിയെ സമീപിക്കുന്നത് എന്നുള്ളതും നിപ്പ നമ്മുടെ മുന്നിൽ കാട്ടിത്തരുന്ന ഒരു അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപക്ഷെ മരണം എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത് ഓടിയെത്തുകയും ശുശ്രൂഷിക്കുകയും കുളിപ്പിക്കുകയും നമ്മൾ തന്നെ നമ്മുടെ മതാചാരപ്രകാരം ക്രിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അടക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഈ മരണമടഞ്ഞ ആളെ സമൂഹത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻട്രിക്കസീസ് മരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഞാൻ ഈ കമ്മീഷൻ ഈ കാര്യങ്ങളിലേക്ക് അധികം ചർച്ച പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് പൊതുവെ ഈ 2 പ്രസന്റേഷനിലും വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോ ഞാൻ പിൻവാങ്ങുന്നു. താങ്ക് യു. താങ്ക് യു ഡോക്ടർ അനീഷ്. ഡോക്ടർ അനീഷ് ബുദ്ധന്റെ കഥ പറഞ്ഞ പോലെ, ബുദ്ധൻ മരണത്തിലൂടെ ജീവിതത്തെ പഠിച്ച പോലെ ഡോക്ടർ അനീഷും മരണത്തിലൂടെയാണ് ജീവിതത്തെ പഠിക്കുന്നത്, മരണത്തെ പഠിക്കുന്നത്. മാത്രമല്ല ഇതിന്ന് കിട്ടുന്ന ഒരു പ്രധാന മെസ്സേജ് ഡോക്ടർ അനീഷ് തരുന്നതെന്ന് വെച്ചാൽ, നാം നമ്മുടെ ഇന്നത്തെ കാലത്ത് ജീവിതത്തിൽ മരണത്തെ പരിചയപ്പെടുന്നില്ല. അതുകൊണ്ടുണ്ടാവുന്ന ജീവിതത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ, ജീവിതത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ
അപാരമായ ശൂന്യതയും അല്ലെങ്കിൽ കുറവാണ്. പിന്നെ അദ്ദേഹം സാധാരണ ലാൻസെറ്റ് റിപ്പോർട്ടിന്റെ ഒരുപാട് പോരായ്മകൾ, രോഗിക്ക് സ്വന്തം രോഗത്തെ അറിയാനുള്ള അവകാശം തുടങ്ങിയിട്ടുള്ള ഒരുപാട് പോരായ്മകളും ശ്രദ്ധിക്കാതെ പോയതും കുറച്ച് പറഞ്ഞതും ഇനിയും കൂടുതൽ പോകേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വളരെ മനോഹരമായി പ്രസംഗിച്ചു. അടുത്തതായി മോഹൻകുമാർ, പാലിയേറ്റീവ് പ്രവർത്തകൻ എന്നാ പറഞ്ഞത്, പക്ഷെ വേറെ കുറെ പറയാനുണ്ട്, പിന്നെ പറയാം. ഡോക്ടർ മോഹൻകുമാറിന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഓക്കെ. ഡോക്ടർ പ്രസീത, ഡോക്ടർ ദിവാകരൻ, ഡോക്ടർ അനീഷ് എന്നിവരുടെ അവതരണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും സൈദ്ധാന്തികമായിട്ടോ ഗഹനമായിട്ടോ പറയാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്ന് ആദ്യം പറയട്ടെ. മാത്രമല്ല, ഇതെല്ലാം ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നും പിന്നെ ഒരു പാലിയേറ്റീവ് കെയറിലേക്ക് വളരെയധികം താല്പര്യമുള്ള ഒരാളെന്ന രീതിയിൽ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഞാൻ പാലിയേറ്റീവ് കെയർ രംഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചില നിരീക്ഷണങ്ങളും ചില ചോദ്യങ്ങളും എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ ഒരു ഡിസ്കഷനിൽ ഈ ലാൻസെറ്റ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് പറയാം എന്നാണ് വിചാരിക്കുന്നത്. സമയമുണ്ടെങ്കിൽ ഒരു ചെറിയ എക്സാമ്പിൾ കൂടെ അവസാനം പറയാമെന്നുണ്ട്. അത് സമയം അനുവദിക്കുന്നെങ്കിൽ മാത്രം. എനിക്ക് 2-3 പോയിന്റ്സേ പറയാനുള്ളൂ. ഞാനത് എഴുതി വായിക്കാൻ പോവുകയാണ്. ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. So, a good approach to death and dying. 3 കാര്യങ്ങൾ അതിന് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. 1, it should bring down pain and suffering. Number 2, it should help the persons to live life to the hilt. And thirdly, it should facilitate the going to the end in as peaceful a manner as possible, not in a state of uncontrolled distress or turmoil. ഈ 3 കാര്യങ്ങളാണ് ഒരു ഗുഡ് അപ്രോച്ച് ടു ഡെത്ത് ആൻഡ് ഡൈയിങ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഡെത്ത് comes in varied shapes and sizes. One grows old and dies. Due to some incurable illness, people die, where age is not a real important factor. In war, pandemics, or murder sanctioned by a repressive state or terrorist organization, also deaths happen. Some people take their own lives, and also some people court death in the course of a revolutionary movement. So there are so many ways in death approaches us. So I will be only concerned with the first 2. That is a natural death which happens when we grow old, when our lifetime is over. And also some incurable illness is contracted and we die because of that at any age. These are the 2 points of the kind of death that we will be considering and I am going to think about. So കഴിഞ്ഞ ഒരു 6 മാസത്തെ പല കേസുകളും ഞാൻ നേരിട്ട് ഫാമിലി മീറ്റിംഗ്സിലും പിന്നെ കൗൺസിലിങ്ങിൽ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടെ കിട്ടിയിട്ടുള്ള ഒരു പ്രധാന പോയിന്റ് ഇങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഒരു വളരെ എൻഡ് ഓഫ് ലൈഫ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആശുപത്രിയിൽ വരുമ്പോൾ ആ പേഷ്യൻറ്റിനോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചാണ് ഒരു വോളണ്ടിയർ എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഫസ്റ്റ് പ്രോബ്ലം ഡെഫിനിഷൻ ആണ്. വാട്ട് ഡസ് ദ പേഷ്യൻറ്റ് വാണ്ട്? വാട്ട് ഡസ് ദ പേഷ്യൻറ്റ് വാണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ ക്വസ്റ്റൻ ഓഫ് disease diagnosis or prognosis. It is much more than that. As a person, what does he want along with his family and friends? Adu nammal manasilakanam. That is the problem definition. And we have to deep dive into that person's and the caregivers' life and their problems of various kinds, which palliative care talks about, like it's not only physical pain, but psychosocial, spiritual, and financial, and so many aspects. So we have to find out exactly what the patient wants. This is the starting point. Once we know that,
we can involve experts, resource persons, etc., to get insights about how to satisfy those that particular need which we have identified in this particular patient. Then as a result of that, a co-creation of knowledge and solutions possible can be formed, generated. We can form a number of solutions with specific operational, modus operandi, different kind of solutions, and implement one of these solutions as the best solution which we select. In other words, we are saying that this is some kind of a model which I felt that many times it is lacking in a palliative care setting or a situation where a patient is, in his last stage of life, etc. We are not able to satisfy his problem because we only look at things either clinically or in a different way of, family constraints, etc. So, ഇതാണ് എൻ്റെ ഒരു പൊതുവിലുള്ള ഒരു എന്താ പറയുക, ഞാൻ ഒരു കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് പലതവണ ആലോചിച്ച് എത്തിയിട്ടുള്ള കാര്യം. പ്രോബ്ലം എന്താണ് ഡിഫൈൻ ചെയ്യുക, എക്സ്പേർട്സിനെ കൂടെ, എക്സ്പേർട്സ് ഓഫ് ഓൾ കൈൻഡ്സ്, നോട്ട് ഓൺലി ഡോക്ടേഴ്സ്, നോൺ ഡോക്ടേഴ്സ് ഓൾസോ, അങ്ങനെ അവരെയൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് commoners and experts sitting together to find out what are the possible solutions to take things forward in terms of lessening the pain, living life to the hilt till that person dies, and also making him reach the end with a peaceful manner, in a peaceful manner. ഇത് ചെയ്യണമെങ്കിൽ ഇത് ഒരു മോഡൽ എന്ന രീതിയിൽ ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ജസ്റ്റ് എ അറ്റംപ്റ്റ്. ആൻഡ് ഇതല്ലാതെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഐ ജസ്റ്റ് വാണ്ട് ടു ജസ്റ്റ് മെൻഷൻ എ ഫ്യൂ തിങ്സ് ദാറ്റ് ലെജിസ്ലേഷൻ, ഫോർ എക്സാമ്പിൾ, നേരത്തെ ഉണ്ണി പറയേണ്ടായി ബ്രെയിൻ ഡെത്തിനെ കുറിച്ച്, വേറെ പലരും റെഫർ ചെയ്തു അതിനെക്കുറിച്ച്. അപ്പോൾ ബ്രെയിൻ ഡെത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് ഈസ് ബ്രെയിൻ ഡെഡ്, there are legislations possible. നമ്മുടെ മുന്നിൽ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് passed legislation saying that if somebody is declared as brain dead, he should not be given that ventilator and life support systems. Whereas in Karnataka or in other parts of India, such a legislation does not exist. So what happens is, when a person is brain dead in Karnataka, for example, the family members or whoever is the decision maker will have to tell the doctor saying that we don't want a kind of life support system, ventilator, etc. അതൊക്കെ വിഡ്രോ ചെയ്യാവുന്നതാണ് എന്ന് അത് ഉത്തരവാദിത്തപ്പെട്ട കെയർ ഗിവർ പറഞ്ഞാൽ മാത്രമേ ഡോക്ടർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ലെജിസ്ലേഷന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ വേറെ ഒരുപാട്, ഇഫ് സംബഡി ഹാസ് സം ലൈക്സ് ഓർ ഡിസ്ലൈക്സ്, റിലീജിയസ് ബിലീഫ്സ്, faith, some sort of faith or financial difficulties, etc. ഇതെല്ലാം ഓരോ കേസിലും ഏത് രീതിയിലാണെന്ന് നോക്കിയിട്ട് we have to respect the patient and the patient's caregivers and take decisions accordingly. Many times there is a attempt to impose what I think is right or what somebody else is thinks right on the patient, what he should do. അത് ചെയ്യാൻ പാടില്ല. You have to go with the flow and try to help the patient to reach a end. പിന്നെ ഹോം കെയർ ആൻഡ് ഹോസ്പിറ്റൽ കെയർ എന്ന് നോക്കുമ്പോൾ പാലിയേറ്റീവ് കെയറിൽ എപ്പോഴും ഹോം കെയറിനുള്ള ഒരു ടാർഗറ്റ് ആണ് എപ്പോഴും നല്ലത്. കാരണം വി വാണ്ട് ദ പേഷ്യൻറ്റ് ഓർ ദ പേഴ്സൺ ഹു ഈസ് ഡൈയിങ് ടു ബി ടേക്കൺ കെയർ ഓഫ് ബൈ ദ പീപ്പിൾ ഹു ലവ് ഹിം, നോട്ട് ബൈ പ്രൊഫഷണൽസ് ഓർ ബൈ equipment which are foreign to him. But sometimes it is inevitable that you have to hospitalize, so that's okay. But generally speaking, home care, hospital care എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അതും പലപ്പോഴും അനുഭവത്തിൽ നിന്ന് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഫൈനലി ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് നെസസറിലി ബ്ലഡ് റിലേഷൻസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ്. റിലേഷൻഷിപ്സിൽ ഫ്രണ്ട്ഷിപ്പ്, ലൈഫ് പാർട്ട്ണർ എന്നുള്ള ഒരു ബന്ധം, വോളണ്ടിയേഴ്സ് ഓൾസോ ഹു ആർ desirous of helping, or people in general who want to help. Itharam relationships are very important, and in the community we have to identify and develop such volunteers and such helping people so that they can play a very big role in the overall process of dying
in a good way. About good dying in a or approach, good approach to dying will also be supported by developing community support of various kinds, in which you don't have to limit yourself to certain type of people only, but across the community, awareness has to be built. And as Divakaran was saying, that the discussion about death in the society has to become more and more. Conversations have to be organized so that people try to overcome the fear of death and try to talk about death in a normal way, which is a normal thing as part of life. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അഭിപ്രായമാണ്. ആൻഡ് ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ജസ്റ്റ് ലൈക്ക് ടു ഗിവ് എൻ എക്സാമ്പിൾ ആൻഡ് എൻഡ്. സമയമുണ്ടോ? സമയം നോക്കണ്ട, പറഞ്ഞോളൂ. ഓക്കെ, ഐ എം ജസ്റ്റ് ഗിവിംഗ് യു എ കേസ്. അതായത് എ യങ് മാൻ 23-year-old, he's a graduate working as lab technician. Working as lab technician, he contracted cancer of his food pipe, esophagus, and got admitted. Intense pain, and physically he was making expressions of pain which is difficult to describe in words. But the point is that he was so irritated, he was so unwilling to communicate with anybody, including the doctor, the staff, etc. And it was a difficult situation to manage. Now, the question is that in such a situation, what do you do with a patient who is 23-year-old and who has been afflicted with cancer? So the doctor who actually tried to handle that situation saw that you have to distinguish between physical pain and psychological pain. And if you can distinguish between physical pain and psychological pain, you can try to find out what is psychologically distressing him and try to overcome, which will help his physical pain reduction also. Anyway, I am not going to discuss exactly what happened. The case is that in such a situation, is it possible to intervene and try to bring a transformation in such a person so that his rest of his life, whether he has a lot of months to live or years to live, that is not the question. Whatever he has come as a patient, can you intervene in a proper way so that you can give him a life for the rest of his time? So a transformation is possible, is what I believe, if you have a proper approach to how to handle such situations. That is the work that, if time permits, we can discuss in our general discussion, or you can take this case and think about it in your own areas. So the main thing is that the prognosis of that patient is not shared with the patient, but being a lab technician, he very well knows that he has cancer and he is having pain because of cancer. So he knows everything about himself except the prognosis. In such a situation, how do you deal with that kind of a environment and try to give him the best kind of support for a good life, whatever is remaining for him? With that, I stop. Thank you. വളരെ നന്ദി മോഹൻ കുമാർ. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള വളരെ പ്രസക്തമായ ചോദ്യങ്ങളും അന്വേഷണങ്ങളും സജഷൻസും സോദാഹരണ സംഗീതം അവതരിപ്പിച്ചതിന്. ഇനി പ്രസന്റേഷൻ കഴിഞ്ഞു, ഇനി ചർച്ചയുടെ സമയമാണ്. അവതാരകരോട് സംശയങ്ങളായോ സ്വന്തം സജഷൻസായോ കാഴ്ചകളായോ വിമർശനങ്ങളായോ ഓരോരുത്തരും, വളരെ കുറച്ച് പേരുള്ളതുകൊണ്ട് ഓരോരുത്തരായിട്ട് വരാൻ പറയുന്നില്ല, ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വരാം. പറയാൻ ഇഷ്ടമില്ലെങ്കിൽ എഴുതാം, മെസ്സേജിൽ എഴുതാം. ഉണ്ണി, ഞാൻ പറഞ്ഞോട്ടെ. ജയശ്രീയാണ്. പറയൂ കേൾക്കുന്നുണ്ട്.
എനിക്ക് തോന്നി ഈ ലാൻസെറ്റ് കമ്മീഷൻ പോലെ ഒരു റിപ്പോർട്ടിൽ നമുക്ക് മരണത്തെക്കുറിച്ച് തീർച്ചയായിട്ടും എല്ലാം ഒതുക്കാൻ പറ്റുന്നതല്ല. അത്രയേറെ ഡയമെൻഷൻസ് ഉള്ള ഒരു സംഭവമാണല്ലോ മരണം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാന്ന് വിചാരിക്കുന്നു. ഒന്ന്, മരണം എന്ന് പറയുന്നത് ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ ജീവികൾ മരണത്തിന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ഇൻവെൻഷൻ ആണ് മരണം എന്ന് പറയാൻ വേണ്ടി. ബയോളജിക്കൽ സെൻസിൽ ഇപ്പോ വളരെ ലോവർ ലെവലിലുള്ള ചില ജീവികൾ ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. കുറച്ചുകൂടെ വേറൊരു കോംപ്ലക്സ് ആകുന്ന സമയത്താണ് ആ സ്പീഷീസിന്റെ തലത്തിൽ നിന്ന് നോക്കുവാണെങ്കിൽ സ്പീഷീസ് സർവൈവൽ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇൻവെൻഷനാണ് മരണം എന്ന് പറയുന്നത് ബയോളജിക്കലായിട്ട്. പിന്നെ ഫിലോസോഫിക്കലായിട്ട് പറയുകയാണെങ്കിലും ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയും. നേരത്തെ ബുദ്ധന്റെ കാര്യം അനീഷ് പറഞ്ഞതുപോലെ ബുദ്ധന്റെ മാത്രമല്ല, ഏത് ഫിലോസഫി നോക്കിക്കഴിഞ്ഞാലും ജീവിതത്തിന്റെ അർത്ഥം നമ്മൾ കാണുന്നത്, അല്ലെ അർത്ഥത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ ഫിലോസഫിയിലൊക്കെ, അത് മരണം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ മോർട്ടൽ ആകുന്നതിനെ കുറിച്ചുള്ള കൺസേൺ കൊണ്ടാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ ഈ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം മെഡിക്കലൈസേഷൻ, മരണത്തിന് ഏറ്റവും വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് നമ്മുടെ ക്രിട്ടിക്കൽ കെയറും മെഡിക്കൽ ഇന്റർവെൻഷൻസും മാറി എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെയാണ് റിലേറ്റീവ്സ് ആയിട്ടുള്ളവര്. നമ്മൾ റിലേറ്റീവ്സ് ആയിരിക്കുന്ന സമയത്ത് എങ്ങനെ ഇത് എന്താ പറയാ അതിനെ ഡീല് ചെയ്യുന്നത് ഒഴിവാക്കുന്ന ആ ഒരു വശം കൂടി അതാരും സാറിന് പറയാറില്ല. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാണുന്ന പലപ്പോഴും ഇത് മെഡിക്കൽ സിസ്റ്റത്തിനെ ഏൽപ്പിച്ചിട്ട് അതിൽ നിന്നുള്ള കുറച്ച് ഉത്തരവാദിത്വങ്ങൾ അബോധമായിട്ടാണെങ്കിൽ പോലും അതിൽ നിന്ന് ഒഴിയാനുള്ള മനുഷ്യരുടെ ഒരു ഇത് കാണുന്നുണ്ട്. അത് അനീഷ് സൂചിപ്പിച്ച നിപ്പയുടെ ഒക്കെ കാര്യം, നിപ്പയുടെ കോവിഡിന്റെ സമയത്തും നമ്മൾ കണ്ടിട്ടുള്ളത് പലപ്പോഴും ഒരു ഫിയർ ഉണ്ടാകുന്നത്, ഫിയർ കൂടുതലാകുന്നത് അല്ല ഒഴിവാക്കാനായിട്ട് നോക്കുന്നത്, അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാത്ത മരണം തന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള മരണവും അപരിചിതമായിട്ടുള്ള വലിയ പെട്ടെന്ന് ഇതുപോലെയുള്ള നിപ്പ പോലെയോ കോവിഡ് പോലെയൊക്കെയുള്ള പെട്ടെന്നുണ്ടാകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അതിനോടുള്ള അപരിചിതത്വം കൊണ്ടുണ്ടാകുന്ന ഫിയർ എന്നുണ്ടാകുന്നതുമായിരിക്കാം. അങ്ങനെ ഒരു വശമുണ്ട്. പിന്നെ നമ്മുടെ പാലിയേറ്റീവ് കെയർ കമ്മീഷൻ റിപ്പോർട്ടിലെ കേരളം എടുത്ത് പറയുന്ന നമുക്ക് അഭിമാനത്തോടെ കാണാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ 90s നമ്മൾ പാലിയേറ്റീവ് കെയർ തുടങ്ങുന്നത്. അതിന്റെ ഒരു സവിശേഷത തന്നെ നമ്മൾ വളരെ താഴെന്ന് തുടങ്ങിയ ഒരു കാര്യമാണെന്നുള്ളതാണ്. സാധാരണ പല പ്രോഗ്രാമുകളും വരുന്നത് ഇന്റർനാഷണൽ ആയിട്ടോ നാഷണൽ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്നുള്ള തീരുമാനങ്ങളായിട്ട് വരുന്നതിന് പകരം വളരെ ജെനുവിനായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ കൺസേണിനോട് ചേർന്ന് തുടങ്ങിയ ഒരു കാര്യത്തിനെ പിന്നീട് ഒരു ഗ്ലോബൽ ഡയമെൻഷനിലേക്ക് അതൊരു മാതൃകയായി മാറുന്നു എന്നുള്ളത് നമ്മൾ ഒരു മരണത്തിനെ പോസിറ്റീവായിട്ട് ആദ്യം കണ്ടു തുടങ്ങിയത് പാലിയേറ്റീവിൽ നിന്നാണ് എന്നുള്ളതാണ്. അതപ്പോൾ തന്നെ ഇത്രയധികം നമ്മൾ ഈ പറയുന്ന എല്ലാ ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും അത് അവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള മരണം എന്നുള്ള ഒരു ആശയം പാലിയേറ്റീവിൽ നിന്ന് തന്നെ തുടങ്ങി എന്നുള്ളതാണ്. അത് കേരളത്തിൽ തന്നെ വികസിച്ച ഒരു കാര്യം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്നു പലയിടത്തും, എങ്കിൽ പോലും ഇത്രയും ഒരു ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് കേരളത്തിനാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, യുദ്ധ സമയത്ത് ഉണ്ടാകുന്ന മരണങ്ങളെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ അത്തരം മരണങ്ങൾ പാൻഡമിക് ഉണ്ടാകുന്ന സമയത്തോ അല്ലെ പണ്ട് കാലത്ത് ഇപ്പോഴുണ്ടാകുന്നത് നമ്മുടെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ യുദ്ധത്തിൽ ഉണ്ടാകുന്ന മരണങ്ങളെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ നേരത്തെ ഡോക്ടർ ദിവാകരൻ
പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ തന്നെ കോണ്ടംപ്ലേറ്റ് ചെയ്യുന്നു, മരണത്തെക്കുറിച്ച് നമ്മൾ കോണ്ടംപ്ലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനുള്ള ചില ട്രെയിനിങ്ങോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഈ യുദ്ധത്തിനോടുള്ള ഒരു കൊതി ഇങ്ങനെ അല്ലെങ്കിൽ വയലൻസ്, കൊല്ലൽ ഇതുപോലെയുള്ള കാര്യങ്ങളെ ഒഴിവാക്കാൻ ഒരുപക്ഷെ അത് സഹായിച്ചേക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു. നന്ദി ജയശ്രീ. ഇതിനോട് പ്രതികരിക്കാൻ അനീഷിനും ഡോക്ടർ അനീഷിനും അതുപോലെ തന്നെ ഡോക്ടർ ഇ ദീപകരനും പറ്റുമോ? രണ്ടും സ്പർശിച്ചുകൊണ്ടാണ് അവസാനത്തെ പോയിന്റ് ജയശ്രീ പറഞ്ഞിട്ടുള്ളത്. പ്രതികരിക്കുമോ? ഡോക്ടർ അനീഷ് ഞാൻ ഇതിനിടയ്ക്ക് എനിക്ക് ഒന്ന് ഇവിടുന്ന് മാറേണ്ടി വന്നു. ഞാൻ ചർച്ച കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ഓ ശരി. ഡോക്ടർ ജയശ്രീ അവസാനത്തെ പോയിന്റ് ഒന്നുകൂടി പറയുന്നു. അത് സോറി കേൾക്കാമോ? ഞാൻ അവസാനം സൂചിപ്പിച്ച യുദ്ധകാലത്തുണ്ടാകുന്ന മരണങ്ങളെ കുറിച്ചാണ്. നമ്മൾക്ക് പരിചിതമായിട്ടുള്ള മരണങ്ങളും അല്ലാത്ത മരണങ്ങളുമുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റ് മരണങ്ങളെ കുറിച്ച്, ഇപ്പോൾ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ വഴി ഉണ്ടാകുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, എപ്പിഡമിക് പാൻഡമിക് കാലത്ത് ഉണ്ടാകുന്ന മരണങ്ങൾ ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ. അതുപോലെ യുദ്ധത്തിലുണ്ടാകുന്ന മരണങ്ങളെ കുറിച്ച് നമുക്ക് അങ്ങനെ ചിന്തിക്കാമോ, അല്ലെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം. അതുപോലെ ഡോക്ടർ ദിവാകരൻ പറഞ്ഞ മരണത്തെ നമ്മൾ അവരവരുടെ മരണത്തെ കുറിച്ച് കോണ്ടംപ്ലേറ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ യുദ്ധത്തിന് തന്നെ ഒരു പക്ഷേ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയേക്കുമോ എന്നുള്ള ഒരു അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് ഒരു കുട്ടിക്കാലത്ത് തന്നെ അങ്ങനത്തെ ഒരു ശീലം, നമ്മൾ മരിക്കുന്ന ജീവികളാണ്, നമ്മൾ മരണം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ അവരവരുടെ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കൾച്ചർ വന്നാൽ നമുക്ക് ഈ യുദ്ധമൊക്കെ ഒഴിവാക്കാൻ പറ്റുമായിരിക്കുമോ എന്നുള്ള ഒരു അതാണ് സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മുടെ കമ്മീഷൻ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കമ്മീഷൻ യുദ്ധമരണങ്ങളെ കൊലപാതകങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ആ രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതായത് സമൂഹത്തിന്റെ മൂല്യങ്ങൾ അനുസരിച്ച്, ഇപ്പോ ഇന്ത്യൻ പട്ടാളക്കാരൻ പാകിസ്ഥാൻ പട്ടാളക്കാരനെ വെടിവെച്ച് കൊന്നാൽ അത് രാജ്യസ്നേഹത്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ സമൂഹം ചിലപ്പോൾ വിലയിരുത്തുന്നത് എങ്കിൽ പോലും സത്യത്തിൽ അതൊരു കൊലപാതകമാണ്. അപ്പൊ അത് കൊലപാതകം എന്നുള്ള വാക്ക് തന്നെ കമ്മീഷൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം യുദ്ധത്തിലുണ്ടാകുന്ന മരണങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട സമസ്യയെ, അതായത് മരണങ്ങൾ ഉദാത്തവൽക്കരിക്കപ്പെടുന്ന മരണത്തിന് വേണ്ടി ആളുകളെ പടച്ചട്ട അണിയിച്ച് ഇറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നത്തിനെ കമ്മീഷൻ കാണുന്നില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരുപക്ഷെ 48 പേജിൽ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിനെപ്പറ്റി വളരെ ബൃഹത്തായിട്ടുള്ള പുസ്തകം തന്നെ എഴുതേണ്ടി വരും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട്. പിന്നെ മാഡം പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ മരണത്തെ പറ്റി നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാട്, അതിപ്പോ പെട്ടെന്ന് മാഡം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, മരണം എന്ന് പറഞ്ഞ സമസ്യയെ ശ്രീബുദ്ധൻ വിലയിരുത്തുന്നതും അതോടൊപ്പം തന്നെ ഭഗവത്ഗീത വിലയിരുത്തുന്നതും നമ്മൾ നോക്കുമ്പോൾ ആത്യന്തികമായിട്ട് ചില സാമ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും മരണത്തിന്റെ ഒരു മരണനിഷേധി എന്നുള്ള വാക്ക് അത് തെറ്റായ അർത്ഥത്തിലല്ല പറയുന്നത്. സഹജീവിയുടെ മരണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ശ്രീബുദ്ധൻ പറയുന്നത്. പക്ഷെ അതേസമയം മരണം എന്ന് പറയുന്നത് അത് ശരീരത്തിന്റെ ഒരു അവസാനം മാത്രമാണ്. ആത്മാവ് വീണ്ടും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മരണത്തെ പറ്റി അല്ലെങ്കിൽ സഹജീവികളുടെ മരണത്തെ പറ്റി കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും ഒരു സന്ദേശമാണ് ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ആന്തരിക അർത്ഥങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ പ്രകടമായി നമ്മൾ നോക്കുമ്പോൾ അതാണ് ആ വ്യത്യാസം.
അപ്പോൾ ഒരു ഇന്ത്യൻ മനസ്സിൽ ഒരു യുദ്ധോത്സുകതയും ഇത് കണക്കുള്ള ഒരു മരണവാഞ്ചയും ഒക്കെ ഉണ്ടാക്കുന്നതിൽ ഭഗവത്ഗീത ഒരുപക്ഷെ സഹായിച്ചിട്ടുണ്ടാകാം. പക്ഷേ ശ്രീബുദ്ധന്റെ കടന്നുവരവോടുകൂടിയാണ് എനിക്ക് തോന്നുന്നത് അതിനൊരു മാറ്റം ഉണ്ടായത്. ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ ഊന്നിയ ഒരു ചിന്ത, മരണത്തിനെ അക്സെപ്റ്റ് ചെയ്യുക, മരണം എന്ന് പറയുന്നത് ഈ മരണത്തിനപ്പുറം പോകാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് മരണത്തിനെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധന്റെ രീതിയാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമുക്ക് കുട്ടിക്കാലം മുതൽ നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്വന്തം മരണം എന്ന് പറയുന്നത് അതിനുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആക്കി മാറ്റിക്കൊണ്ട് മരണത്തിനെ നിരാകരിക്കാതെ മരണത്തിനോടൊപ്പം മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം തീർച്ചയായിട്ടും ജീവിതത്തിനെ കുറച്ചുകൂടെ ഉദാത്തമായിട്ടുള്ള ഉൾക്കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞു. താങ്ക് യു ഡോക്ടർ അനീഷ്. ഇതിനോട് പ്രതികരിക്കാനുള്ള ഡോക്ടർ ഇ ദിവാകരൻ ലീവ് ചെയ്തെന്ന് തോന്നുന്നു. ജയശ്രീ കണ്ടിന്യൂ ചെയ്യുന്നോ? ഇല്ല ഉണ്ണി, ആൾക്കാർ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഇല്ല, പ്രേംചന്ദ് ഒന്നും പറയുന്നില്ലേ? പ്രേംചന്ദ് പ്രേംചന്ദ് അല്ല ഉണ്ണി, പ്രസീത കേട്ടിട്ടുള്ള. ഓ ശരി, എന്നാ നമുക്ക് ആരും പറയുന്നില്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം അല്ലേ, ക്ലോസ് ചെയ്യാം അല്ലേ? അവസാനിപ്പിക്കാം, ക്ലോസ് ചെയ്യാം. അവസാനിപ്പിക്കാൻ വാക്കുകൾ പറയാൻ, നന്ദി പറയാൻ ഡോക്ടർ പ്രിൻസിനെ വിളിക്കുന്നു, ക്ഷണിക്കുന്നു. സ്വാഗതം. ഞാൻ എല്ലാവർക്കും പറഞ്ഞിരുന്നു. ഇതിൽ പങ്കെടുത്ത് സംസാരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. റിപ്പോർട്ട് അവതരണം നടത്തിയ ഡോക്ടർ പ്രസീത ചന്ദ്രൻ, മോഡറേറ്റർ ഡോക്ടർ മുകുന്ദൻ ഉണ്ണി, ഡോക്ടർ ഇ ദിവാകരൻ, ഡോക്ടർ അനീഷ്, ശ്രീ മോഹൻകുമാർ, ജയശ്രീ മാഡം പങ്കെടുത്ത് സംസാരിച്ച ചർച്ചയിൽ പങ്കെടുത്ത് നല്ലൊരു ചർച്ച മുന്നോട്ട് ഉണ്ടായി. അപ്പൊ എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്.